لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ല് കൊണ്ട് അഥവാ ഔദാര്യം കൊണ്ട് നമുക്ക് തന്ന ദീൻ, നമ്മൾ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം എത്ര സൂക്ഷിക്കുമോ അതിനേക്കാൾ അധികം സൂക്ഷിക്കണം. അതിനെ തേച്ച് മിനുക്കി വെളുപ്പിച്ച് പ്രകാശിപ്പിച്ച് കൊണ്ട് നടക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, ജദ്ദിദു ഈമാനക്കും. നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ തജ്ദീദ് ചെയ്യണം, അതായത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതിന് കറ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ആ ആളിക്കത്തുന്ന തീ കെട്ടുപോവാനുള്ള, അണയാനുള്ള ചാൻസ് ഉണ്ട്. അതിന് അവസരം കൊടുക്കാതെ അതിനെ കത്തിച്ചുകൊണ്ടേയിരിക്കണം. അതങ്ങനെ കത്തിക്കണമെങ്കിൽ, അതിനെ മിനുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൽമ് നിർബന്ധമാണ്, അല്ലാണ്ട് കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടു പോവാതെ, അല്ലെങ്കിൽ ആ ഷഹാദത്ത് ബാത്തുലായി പോവാതെ സംരക്ഷിക്കണമെങ്കിൽ അതെങ്ങനെ സാധിക്കും എന്നറിയണം, അല്ലാണ്ട് നടക്കൂല. അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് വേർപെട്ടു പോകുന്ന 72 വിഭാഗമുണ്ട്. 73 72 പേരും എന്താവും? നരകത്തിലാണ്. ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ. ഇല്ലാ വാഹിദ. 73-ൽ ഒറ്റ ഒന്ന് മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. അത് ഉറപ്പാണ്, ഒരു സംശയമില്ല. അപ്പൊ ആ 73 വിഭാഗങ്ങളെ, അല്ലെങ്കിൽ 72-നെ ഇടത്തോട്ട് മാറ്റി 73-ാമത്തെ ഒന്നിനെ വലതുപക്ഷത്തിന്റെ ആളാക്കിക്കൊണ്ട് ഉലമാക്കൾ ചർച്ച ചെയ്തപ്പോൾ അവര് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംരക്ഷിക്കുന്ന ആളുകൾക്കുള്ളൊരു ഗുണം, നിർബന്ധമായും അവരോട് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത് കൃത്യമായും അവർ ചെയ്യും. എന്നാലോ അതിനൊരു പോരായ്മ തോന്നി അവർക്ക് തോന്നിയ പോലെ ഒന്നും ചെയ്യുകയും ഇല്ല. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അതിന് നേരെതിരാണ് സൂഫികൾ. സൂഫികൾ അവർക്ക് നിർബന്ധമായതെല്ലാം ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിലൊരു പോരാന്നുള്ളൊരു തോന്നിച്ചായിരിക്കും, അത് ശരിയാവുന്നില്ല. അതുകൊണ്ട് അവരവരുടെ ഹവപ്രകാരം അതിന്റെ കൂടെ പലതും ചേർത്തിട്ട് ചെയ്യും, പ്രകാശിക്കൂല, അത് കെട്ടുപോവേ ഉള്ളൂ. കത്തിക്കൊണ്ടിരിക്കുന്ന തീ കൂടുതൽ കത്തിക്കാൻ എന്താ ഒഴിക്കണ്ടേ? പെട്രോള് ഒഴിച്ചാൽ മതി. വെള്ളത്തിൽ കത്തൂല പെട്രോള്, കപ്പല് കത്തുന്നില്ല കടലിൽ നിന്ന്. പക്ഷെ പെട്രോൾ കുറെ വിലയുണ്ട്, വേഗം വാങ്ങാനൊന്നും പറ്റില്ല. പച്ചവെള്ളം വാങ്ങിയിട്ട് ഒഴിച്ചാലോ അത് കെടുവേ ഉള്ളൂ. ദീനുൽ ഇസ്ലാം നമുക്ക് വാജിബാക്കി തന്ന ശരീഅത്തിന്റെ നിയമങ്ങളാണ് ഈ പെട്രോള്. അതൊഴിച്ചിട്ട് വേണം ആളി കത്തിക്കാൻ. അതിന് വിലയുണ്ട്. ചെറുത്തിന് അത് വയ്യ. കുറച്ച് പെട്രോൾ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് പോരാ. അതിന്റെ പേരെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചാൽ അത് ആളൂല. അപ്പൊ അതുകൊണ്ടാണ് സലഫു സ്വാലിഹികൾ അതുമായി ബന്ധപ്പെട്ട കിതാബുകൾ നമുക്ക് എഴുതി തന്നത്. അതിൽപ്പെട്ട ഒന്നാണ് നവാഖിദുൽ ഇസ്ലാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു വന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോകുന്ന കാര്യങ്ങൾ, അതിൽ 4 നമ്മൾ പറഞ്ഞു. അൽ ഖാമിസ്, 5-ാമത്തെ കാര്യം. ഇതൊക്കെ പൊതുവെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ നമ്മൾ കാണുന്നതാണ്. മൻ, ഒരുത്തൻ, അബ്ഗദ ശൈഅൻ, ഒരു കാര്യത്തോട് അവന് വെറുപ്പ്, അല്ലെങ്കിൽ അവന് ദേഷ്യം. ഏത് കാര്യം? മിമ്മ ജാഅ ബിഹി റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്തിന്റെ നിയമങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ഇവന് മാനസികമായിട്ടൊരു വെറുപ്പ്, ഒരു ദേഷ്യം. എന്നാലോ വലൗ അമില ബിഹി, അവനത് ചെയ്യുന്നുണ്ട്. സംഭവം ഓന്റെ ഈ അമലിൽ ആ സംഗതി ഉണ്ട്, പക്ഷെ എന്നാലും ഉള്ളിൽ എന്താണ്? ആ വിഷയത്തോട് ഒരു ഇഷ്ടമില്ലായ്മ, അതൊരു
ഒരു രസമില്ലാത്ത പോലെ ആ നിയമം. പക്ഷെ ചെയ്യാതിരിക്കാനും പറ്റൂല. അവസ്ഥ എങ്ങനെയായിരിക്കും? ആളുകൾ ചിലപ്പം വേറെന്തെങ്കിലും പറയും ചെയ്യാണ്ടിരുന്നാൽ. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ മനസ്സിൽ വെറുപ്പുമാണെങ്കിൽ കഫറ, അവൻ കാഫിറായിരിക്കും. ആ ഒറ്റ വെറുപ്പിന്റെ കാരണത്താൽ അവൻ കാഫിറാവും. പക്ഷെ നമ്മുടെ നോട്ടത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്? അത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഉള്ളാണ് അള്ളാഹു നോക്കുക. ഏതുപോലെ ഹൃദയത്തിൽ നിഫാഖ് എന്ന രോഗം ബാധിച്ചതുപോലെ. കാഫിരീങ്ങളെക്കാളും കടുത്ത ശിക്ഷയാണ് മുനാഫിഖിന് അള്ളാഹു പറഞ്ഞത്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകം താഴോട്ടും സ്വർഗം മുകളിലോട്ടുമാണ്. സ്വർഗത്തിന് ദറജാത്തുകൾ എന്നാ പറയാ. സ്വർഗത്തിന്റെ ദറജകൾ മുകളിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക്. അങ്ങനെ ഏറ്റവും മുകളിലാണ് എന്ത്? ജന്നത്തുൽ ഫിർദൗസ്. ജന്നത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാർക്ക് ഹമലത്തുൽ അർഷിന്റെ അഥവാ അള്ളാന്റെ അർഷിനെ ചുമന്നു നിൽക്കുന്ന മലായികത്തിന്റെ തസ്ബീഹാത്തുകൾ കേൾക്കാൻ പറ്റുമെന്നാണ്. അത്ര അടുത്തായിരിക്കും. അവരാണ് മുഖറബുകൾ. നമ്മൾ മുഖറബീങ്ങളിൽ പെടുത്തണമെന്നല്ലേ ദുആ ചെയ്യുക. മുഖറബ് എന്ന് പറഞ്ഞാൽ അടുപ്പിക്കപ്പെട്ടവൻ. ആരോട്? അള്ളാഹുവിനോട്. അതായത് റബ്ബുൽ ഇസ്സത്തിന്റെ അയൽപക്കത്തുള്ളവർ. അതാണ് ജന്നത്തുൽ ഫിർദൗസിന്റെ ആളുകൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹൽ ജന്ന, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കണം. ചോദിക്കുമ്പം ഏറ്റവും ടോപ്പ് തന്നെ ചോദിക്കണം. ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണം. ഒരു ദിവസം എത്ര പ്രാവശ്യം ചോദിക്കാൻ പറഞ്ഞു? 3 പ്രാവശ്യം. ഒരാള് രാവിലെ 3 പ്രാവശ്യം അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ സ്വർഗം പറയും, അള്ളാഹുവേ, ഇവനെ നീ എന്റെ ആളാക്കണേ. നരകത്തിൽ നിന്ന് 3 പ്രാവശ്യം കാവൽ തേടിയാൽ നരകം പറയും, അള്ളാഹുവേ, ഇവൻ എന്നെ പേടിയാണ്, ഇവനെ എന്റെ അടുത്തേക്ക് നീ കൊണ്ടുവരല്ലേ. ഈ സ്വർഗവും ദുആ ചെയ്യും, നരകവും ദുആ ചെയ്യും അള്ളാഹിനോട്. എന്നാൽ നരകത്തിന് ദർക്കുകളാണ്. നരകത്തിന് കുഴിയാണ്, താഴോട്ടാണ്. അതിലേറ്റവും താഴെ, അതാണ് ദർക്കുൽ അസ്ഫൽ. അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ. അതാണ് മുനാഫിഖിന്റെ സ്ഥലം. ആരാണ് ഈ മുനാഫിഖ്? മുനാഫിഖ് നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ കാണൂല, മനസ്സിലാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ നിസ്കാരത്തിന് ജമാഅത്തിന്റെ അവ്വൽ തക്ബീറിൽ സഫുൽ അവ്വലിൽ ആരുണ്ട്? ഇവർ നിസ്കരിക്കാനുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ തിരിയയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ അങ്ങനത്തെ ആളാണ്, പറയാനുള്ള അവകാശമുണ്ട്. മുനാഫിഖ് ആരാണ് എന്ന കൃത്യമായ വിവരം അള്ളാഹു താങ്കൾക്ക് തന്നിട്ടുണ്ടല്ലോ. ഇന്നാൾ കൃത്യമായിട്ട് അറിയാം ആരാണ് മുനാഫിഖ്. പിടിച്ച് കൊന്നൂടെ? എന്തിനാ വെറുതെ മദീനത്ത് ഇങ്ങനെ വെച്ച് നിൽക്കുന്നു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, എനിക്ക് കൊല്ലാം, അനുവദിക്കപ്പെട്ടവരാണ് കൊല്ലാം. പക്ഷേ ആളുകൾ എന്ത് പറയും? ഇതെന്ത് നബി, സ്വന്തം ആൾക്കാരെ തന്നെ കൊന്നുകളയുന്നു. കാരണം അവര് നോക്കുമ്പോ ഇവരെവിടെയുണ്ട്? സഫിലുണ്ട്. ജിഹാദിന് മുമ്പ് തന്നെ വാളും പിടിച്ചിട്ടുണ്ട്. പുറത്തൊന്നും കാണാൻ കഴിയില്ല. നിഫാഖിന്റെ കളി ഉള്ളിലാണ്. അവർ പുറമെ ദീനിന്റെ അമലുകൾ പ്രകടമാക്കും, പക്ഷെ ഉള്ളിൽ ആ അമലുകളോടുള്ള വെറുപ്പ് ഉണ്ടാകും. അങ്ങനെ വെറുപ്പുള്ളവൻ കഫർ, ഇസ്ലാം എന്ന് പുറത്താണ്. ഫയക്റഹു ബഅദു മാ ജാഅ ബിഹി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളോട് ഇവന്റെ ഉള്ളിൽ വെറുപ്പ് വരും. മസലൻ സലാത്തുൽ ജമാഅ. പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞത് ജമാഅത്ത് നിസ്കരിക്കാൻ വരുന്നുണ്ട്, പക്ഷെ എന്നാലും ജമാഅത്തിന് വേണ്ടി വിളിക്കുമ്പം അല്ലെങ്കിൽ അതിന്റെ ഒരു സമയം നിശ്ചയിക്കുമ്പം മനസ്സിന്റെ ഉള്ളില് ഒരു ഇഷ്ടമില്ലായ്മ. ഇത് ജമാഅത്ത് നിസ്കാരത്തിനോട്. ഏതുപോലെ യറാ കുല്ലു ഇൻസാനിൻ യുസല്ലി കമാ യുരീദ്. ഇവൻ പറയും, ആളുകൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിസ്കരിച്ചാൽ പോരെ. പണ്ടത്തെ കാലായത്. പണ്ട് സഹാബാക്കൾക്ക് എന്തെങ്കിലും പണിയുണ്ടാ? അവര് മദീനത്ത് തേരാപ്പാര നടക്കുന്ന മനുഷ്യന്മാരല്ലേ. അല്ലെങ്കിൽ തന്നെ അവരിതിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആൾക്കാരല്ലേ. അല്ലാഹു കാക്കട്ടെ. അവർക്ക് പള്ളിയിൽ വരാനെന്താ? അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നാലെന്താ? നമ്മൾ അങ്ങനെയാറ്റ. ഇത് ഏതാ കൊല്ലം? 2024 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് എന്തെല്ലാം തിരക്കുണ്ട്, എന്തെല്ലാം ജോലികളുണ്ട്. തറാവീഹ് നിസ്കാരം പോലെ, ഖിയാമുൽ ലൈൽ പോലെ നിസ്കരിക്കാൻ വരുന്നുണ്ടാവും, പക്ഷെ നിർബന്ധിതനായിട്ടായിരിക്കും. ഉള്ളില് ഉറപ്പായിരിക്കും. കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് മുർത്തത്തായി പോകുന്ന കേസാണ്. ഉലമാക്കൾ പറഞ്ഞു,
വലൗ കാന മിനൽ ഫറായിദ്, അത് ഫർദിൽപ്പെട്ട കാര്യമാണെങ്കിലും ശരി, അല്ലെങ്കിൽ വാജിബാത്തിൽപ്പെട്ടതാണെങ്കിലും ശരി, അതല്ലെങ്കിൽ സുന്നത്തായ കാര്യമാണെങ്കിലും ശരി, ഫദാലിക കുഫ്റും ബില്ലാഹ്. വെറുപ്പ് വന്നാൽ യഥാർത്ഥത്തിൽ ആ വെറുപ്പ് ആരോടുള്ള വെറുപ്പാ? ആ നിയമം പാസാക്കിയ അള്ളാഹുവിനോടുള്ള വെറുപ്പാണ്. അത് നമ്മളെ പഠിപ്പിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വെറുപ്പാണ്. ആ കാരണത്താലാണ് ഇവർ കാഫിറായി പോകുന്നത്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് ഈമാന്റെ ഭാഗമാണ്. ഒരാൾ പക്കാ മുവഹിദാണ്, നല്ല നിസ്കാരക്കാരനാണ്, ഒരാളും അയാളെ പറ്റി എതിരായിട്ട് ഒരഭിപ്രായവും പറയൂല. ചങ്ങായിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അത്ര ഒരു ഇതില്ല. എന്തിപ്പോ അങ്ങനെ ഒരു നിയമം? റസൂൽ ഇങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെ പറയാനും പാടില്ല. ഒരു താല്പര്യക്കുറവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് ശുഅബത്തുൻ അദീമത്തുൻ മിൻ ശുഅബിൽ ഈമാൻ, ഈമാനിന്റെ വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിൽ നിന്ന് മുഹബ്ബത്ത് പോയാൽ അവന്റെ ഈമാന്റെ വലിയൊരു ഭാഗം പോയി, അതോടുകൂടി അവന്റെ ഷഹാദത്ത് ബാത്തിലാവുകയും ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. സാധാരണ ഉലമാക്കള് ഇങ്ങനെ ഒരാൾക്ക് സംഭവിക്കാനുള്ള കാരണം പറയുന്നത് അയാളുടെ ഖൽബിന്റെ ഉള്ളിൽ നിഫാഖിന്റെ ലക്ഷണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കാവൽ തേടേണ്ടത് നിഫാഖിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൻ നിഫാഖ്, അതേപോലെ വൽ ഫഖർ, ദാരിദ്ര്യം, കുഫർ, നിഫാഖ്. അല്ലാഹുവിന്റെ റസൂൽ കാവൽ തേടുന്നത് എന്തിനാണ്? റസൂലുള്ളാഹിനെയാണ് വിശ്വസിക്കേണ്ടത്. അപ്പൊ വിശ്വസിക്കപ്പെടേണ്ട ആൾ ആരാണോ അയാൾ അല്ലാഹുവോട് പറയണം, അല്ലാഹുവേ നിഫാഖ് എന്ന് കാക്കണേ. എങ്കിൽ സഹാബാക്കൾ എത്ര കാവൽ തേടിയിട്ടുണ്ടാവും? ഹൻദല ബിൻ അബി ആമിർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി എന്ത് പറഞ്ഞുകൊണ്ടാണ്? നാഫഖ ഹൻദല, നാഫഖ ഹൻദല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താ അറിയോ? അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ വഴിയിൽ അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു അത്ഭുതത്തോടെ, നീ എങ്ങനെ മുനാഫിഖാവുന്ന നീ പറയുന്നത്? നീ റസൂലുള്ളാഹിന്റെ സഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളാണ്, കൂടെ നിസ്കരിക്കുന്ന ആളാണ്, നീ എങ്ങനെ മുനാഫിഖാവുക? അപ്പൊ അദ്ദേഹം പറഞ്ഞ കാരണം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിൽ വന്നിരുന്ന് ക്ലാസ് കേൾക്കുമ്പോ സ്വർഗ നരകങ്ങൾ കാണും പോലെയുണ്ട്. ഖബറിനെ പറ്റി പറയുമ്പോ മനസ്സ് അങ്ങനെ വേദനിക്കുന്നുണ്ട്. എന്നാൽ വീട്ടിലെത്തിയാലോ, ഭാര്യ മക്കളുടെ കൂടെ ചേരുമ്പം അതങ്ങ് മറന്നു പോവാണ്. ഇത് നിഫാഖ് അല്ലെങ്കിൽ പിന്നെന്താണ്? അതാണ് ആ സഹാബിന്റെ പേടി. എങ്കിൽ പിന്നെ നമ്മുടെ എപ്പോഴാ പേടിക്കുക നമ്മള്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോ പറഞ്ഞെന്താ അറിയോ? അങ്ങനെയാണെങ്കിൽ ഞാനും നിന്നെ പോലെ തന്നെ, എന്റെ അവസ്ഥ അതാണ്. പള്ളിയിൽ വരുമ്പോൾ നല്ലൊരു അവസ്ഥയുണ്ട്, പുറത്തു പോകുമ്പോൾ മാറിപ്പോവാൻ. റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്റെ മുമ്പിൽ എന്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈമാനികമായ അവസ്ഥയുണ്ടല്ലോ, അതിൽ തന്നെ തുടരുകയാണെങ്കിൽ മലക്കുകൾ വന്ന് നിങ്ങളെ മുസാഫഹ ചെയ്യും. പക്ഷെ അത് ഉണ്ടാവൂല, കാരണം നമുക്ക് ശഹ്വത്തുണ്ട്, മാറിപ്പോവും. പക്ഷെ അവരതിനെ പേടിച്ചു ഈ ചെറിയ കാര്യം കിട്ടിയപ്പോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നമുക്ക് കൊണ്ടുവന്ന് തന്ന ദീനിന്റെ നിയമങ്ങളിൽ ഫർളാവട്ടെ സുന്നത്താവട്ടെ ഏതെങ്കിലും ഒന്നിനോട് വെറുപ്പ് തോന്നിയാൽ വലൗ അമില ബിഹി, അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വൻ ഹസല മിൻഹു ശൈഉൻ മിൻ ഹാദാ ഫഹുവ കാഫിർ. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവൻ കാഫിറാണ്. പക്ഷേ അയാള് കാഫിറാണ് എന്ന ഹുക്മ് പറയൽ എന്താണ് തെളിവ്? മനസ്സിലുള്ള കാര്യമല്ലേ? അയാൾ അത് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അത് വാദിക്കുകയോ അതല്ലെങ്കിൽ അയാൾ അതിനു വേണ്ടി നിലകൊള്ളുകയോ, അങ്ങനെ ഉണ്ടല്ലോ സംവാദങ്ങൾ നടത്തുക, അള്ളാഹ്ക്ക് എതിരായിട്ടുള്ള റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ന്യായീകരിക്കുക. അത് നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? മുർത്തദ്ദായി പരിഗണിക്കും. ഓ മരിച്ചാൽ ഓന്റെ മയ്യിത്ത് നിസ്കാരത്തിന് പങ്കെടുക്കാൻ സാധ്യമല്ല, അഥവാ ബാഹ്യമായി ഇങ്ങനെ കേട്ടാൽ. എന്നാൽ മനസ്സിൽ ഒരാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടറിഞ്ഞു, അയാളെ പറ്റിയോ നമുക്ക് ഹുക്മ പറയാൻ പറ്റൂല. വ്യക്തമായ ദലീലോടുകൂടി നമുക്ക് ബോധ്യപ്പെട്ടാൽ
അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ ആ കാര്യത്തോട് വെറുപ്പാണ് എന്ന സംഗതി, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അയാളെ ഇസ്ലാം കാഫിറായി മാത്രമേ കാണുള്ളൂ. അസ്സാദിസ്, ആറാമത്തെ കാര്യം, ഇത് നമ്മൾ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൻ ഒരുത്തൻ ഇസ്തഹ്സഅ, അവൻ പരിഹസിച്ചു, ബിശൈഇൻ, ഏതെങ്കിലും ഒരു കാര്യത്തെ, മിൻ ദീനിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തെ ഒരുത്തൻ കളിയാക്കി, ഔ സവാബിഹി, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ ഇന്ന കൂലി കിട്ടും എന്ന് പറഞ്ഞതിനെ കളിയാക്കി, ഔ ഇഖാബിഹി, അല്ലെങ്കിൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതിനെ കളിയാക്കിയാൽ കഫർ. ദീനാണ്. തെളിവ് വദ്ദലീലു ഖൗലുഹു തആല, സൂറത്തു തൗബയിലെ 65, 66 ആയത്തുകൾ. ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ഒരു യുദ്ധത്തിന്റെ സമയത്ത് നടന്ന സംഭവമാണ്. യുദ്ധസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പട്ടാളക്കാരും തമ്പടിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മുനാഫിക്കീങ്ങളുണ്ട്, റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ആളുകൾ. അവര് രാത്രി സമയത്ത് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇശാനെല്ലാം കഴിഞ്ഞ സമയത്ത് വെറുതെ ഒരു തമാശക്ക് ആളുകളെ ഒന്ന് ചിരിപ്പിക്കാനും ആളുകൾക്ക് ഒരു ഉഷാർ ജോഷ് ഉണ്ടാക്കാനും വേണ്ടി കുറച്ച് കവിതകൾ പാടി. ആ കവിതയിൽ ഇങ്ങനെ ഒരു വാക്കും കൂടി അവർ പറഞ്ഞു: ഇവര് മുസ്ലിമീങ്ങള് ശത്രുക്കളെ മുമ്പിലെത്തുമ്പോൾ ഭീരുക്കൾ, വെറും തിന്നാനും കുടിക്കാനും മാത്രം തമ്പടിച്ച് നിൽക്കുന്നവർ, ഇവരെന്തിനു കൊള്ളാം. ആ തരത്തിൽ മുസ്ലിം യോദ്ധാക്കളെ പരിഹസിച്ചുകൊണ്ട് 2-3 വർത്തമാനങ്ങൾ പറഞ്ഞു. ഇതൊരു സഹാബി കേട്ടു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം പറയാൻ വേണ്ടി വരുന്നതിന് മുമ്പ് ജിബ്രീൽ അവിടെ എത്തി, അവരുടെ വിഷയത്തിൽ നിയമം പാസാക്കിക്കൊണ്ട്. നബിയെ, അവരിപ്പം വന്നിട്ട് നിങ്ങളോട് ചില കാരണങ്ങൾ പറയും. ഇന്ന വാക്കുകൾ ചില ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരെ വിളിച്ച് ചോദിക്കുമ്പം അവരെന്ത് കാരണം പറയും? നമ്മൾ വെറുതെ തമാശക്ക് പറഞ്ഞതാണെന്ന് പറയും. വെറുതെ കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ ഒന്നുമില്ല, നമ്മൾ വെറുതെ ആളുകളെ ഒന്ന് ചിരിപ്പിക്കാനും ആളുകളെ ഉറക്കമൊന്ന് ഇതാക്കാനും ഉഷാറാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞു, കുൽ, അന്നേരം നിങ്ങൾ ചോദിക്കണം അവരോട്, അബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടാണോ, വആയാതിഹി, അള്ളാന്റെ ആയത്തുകളെ കൊണ്ടാണോ, വറസൂലിഹി, അവന്റെ റസൂലിനെ കൊണ്ടാണോ, കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്, ലാ തഅ്തദിറു, നിങ്ങൾ കാരണമൊന്നും ബോധിപ്പിക്കണ്ട, ഖദ് കഫർതും, നിങ്ങൾ കാഫിറായിരിക്കുന്നു, ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം. ആ വാക്കുകൊണ്ട് എന്ത് മനസ്സിലായി? അവര് മുഅ്മിനായിരുന്നു. ആ കളിയാക്കിയവർ മുഅ്മിനീങ്ങളായിരുന്നു. ഈ ഒരൊറ്റ വാക്ക് കൊണ്ട് അള്ളാഹു അവരെ കാഫിറാക്കിയിട്ട് മുദ്ര കുത്തി. ഇതിന്റെ ഇടയ്ക്ക് ക്ലിപ്പ് വന്നു, മംഗലാരം ഭാഗത്ത് നിന്നാന്ന് തോന്നുന്നു. അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ അത് പൊങ്ങട്ടെ. ഇതൊരു മലയാളം പറയുന്നിട്ടില്ലേ? അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ അത് പൊങ്ങട്ടെ. ആ ഒറ്റ വാക്ക് ഇരുത്തത്തിന്റെ വാക്കാണ്. അത് അള്ളാഹിനെ പരിഹസിക്കുന്ന വാക്കാണ്. കാരണം ഇവര് സംശയാലുമാണ്, അള്ളാഹ്ക്ക് കഴിവുണ്ടോ? അത് പൊങ്ങുന്നില്ലെങ്കിൽ സാധാരണക്കാരൻ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹ്ക്ക് കഴിവില്ലായിട്ട് പൊങ്ങുന്ന, അള്ളാഹിനെ പറ്റി അങ്ങനത്തെ വർത്താനമേ പറയാൻ പാടില്ല. ഖാലിഖിനെ പറ്റി ലാ തഅ്തദിറു, നിങ്ങൾ കാരണമൊന്നും ബോധിപ്പിക്കണ്ട, ഖദ് കഫർതും. ഈ ഒരു കാര്യം ഇന്ന് നിലവിൽ നമ്മുടെ ഉമ്മത്തിനിടയിൽ ഒരുപാട് പേര് പറയുന്ന വർത്തമാനങ്ങളാണ്. ഉലമാക്കൾ പറഞ്ഞു, ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തിൽ പിന്നെ വാജിബായതോ അല്ലെങ്കിൽ ഫർളായതോ അല്ലെങ്കിൽ ഷർത്തായതോ അല്ലെങ്കിൽ സുന്നത്തായതോ ആയ ഏത് കാര്യത്തിന്റെയും ഹുക്ം അങ്ങനെയാണ്. വലൗ സഖിറ മിനൽ മിസ്വാക്കി യർതദ്, പല്ല് തേക്കൽ, മിസ്വാക്ക് ചെയ്യുന്ന ആ ഒരു സുന്നത്തുണ്ടല്ലോ, അതിനെയാണ് ഒരുത്തൻ പരിഹസിച്ചതെങ്കിലും യർതദ്ദു, അവൻ മുർത്തദ്ദായി പോകും. തമാശ അല്ലാന്ന് അർത്ഥം. ദീൻ കളി തമാശയല്ല, എന്ത് പറയുമ്പോഴും ശ്രദ്ധിച്ചോളണം. വെറുതെ ചങ്ങായിമാര് കൂടിയിരിക്കുമ്പോ ദീനിന്റെ നിയമങ്ങൾ വെച്ചിട്ട് കളി തമാശകൾ പറയാ. ഒരു ദിവസം ഞാൻ പഠിക്കുന്ന സമയത്ത് കായംകുളം കേരളത്തില് നമ്മളെ കസേര കളി വെക്കൂലേ? കസേര കളി മനസ്സിലായില്ലേ? പാട്ട് വെച്ചിട്ട് പാട്ട് നിർത്തുമ്പോൾ ഇരിക്കണം. അപ്പൊ അറബിക് കോളേജ് ആയതുകൊണ്ട് അവിടെ എന്ത് പറ്റൂല? പാട്ട് പറ്റൂല. പകരം എന്ത് വെച്ചു? ഖുർആൻ. ഉലമാരാണ്. അറിയില്ല, അന്നേരം അറിയില്ല. അതായത് ഒരാളിങ്ങനെ ഖുർആൻ ഓതും, അയാൾ നിർത്തുമ്പോ ഇരിക്കണം. എല്ലാരും കളിയും ചിരിയും തമാശ എല്ലാം കഴിഞ്ഞു. പക്ഷെ പിറ്റന്ന്
ഒരു വിദ്യാർത്ഥി, അള്ളാഹു അവനെ അനുഗ്രഹിക്കട്ടെ, അവനിപ്പോ ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഇടുക്കിയിൽ പോയപ്പോ മൂപ്പര് സൽഫി മനോജൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ കളിച്ച കളി കുഫറിന്റെ കളിയാണ്. കാരണം ഖുർആൻ നമുക്ക് കളിക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ മദ്രസയിലും മറ്റെല്ലാം എന്ത് പരിപാടി ഉണ്ടെങ്കിലും സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചേ പറ്റൂ. നബി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഖുർആനിനെ കളിതമാശയാക്കിയവൻ മുർത്തത്തും കാഫിറുമാണ്. തമാശക്കുള്ളതല്ല, അത് വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ സംഗീതാത്മകമായിട്ട് ഓതുക ഡേഞ്ചറാണത്. വഖഫാത്തുകളുണ്ട്, അതായത് സംഗീതത്തിന് രാഗവും താളവും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ താളവും രാഗവും ഒക്കെ വെച്ചിട്ട് ഖുർആൻ ശരീഫ് ഓതുക പറ്റൂല. ഖുർആൻ ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് വന്ന് കിട്ടിയ ഒരു രീതിയുണ്ട്. ട്യൂണുണ്ടല്ലോ, ട്യൂൺ, അത് യഥാർത്ഥത്തിൽ ഖുർആന്റെ ഓത്തിന്റെ ഭാഗമൊന്നുമല്ല. ഖുർആൻ ഓത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മഖ്റജുകൾ ക്ലിയർ ആവണം, അഹ്കാമുകൾ ശ്രദ്ധിക്കണം, നിയമങ്ങൾ പാലിച്ച് അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് ഖുർആൻ ഓതുക. പിന്നെ അതിന്റെ ഒരു ഭാഗം, ഒരു അദബാണെന്ത്, അത്തഗന്നി, ഈ ട്യൂണ്. അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, അത് ഖുർആൻ ഓത്തിന്റെ ഒരു ഭാഗവുമല്ല. പക്ഷെ ആളുകൾ ഇന്ന് ഖുർആന്റെ മത്സരത്തിന്റെ മാർക്കുകളിൽ എന്ത് നോക്കിയിട്ടാ? ട്യൂൺ നോക്കിയിട്ട് ഒരു കാര്യമില്ല. മാർക്കറുണ്ടത് മഖ്റജുകളും അഹ്കാമുകളും നോക്കിയിട്ടാണ്. അത് ക്ലിയർ ആണോ ഒരാൾക്ക് ഫസ്റ്റ്, ചിലപ്പോൾ കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും, ആ കഴിവിനെ ഉസ്താദ്മാരെന്ത് ചെയ്യും, നേരെ ഖുർആൻ ഓത്തിലേക്ക് അങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ നീട്ടി മണിച്ച് ആലപിച്ച് യേശുദാസെല്ലാം പാട്ട് പാടുന്ന പോലെ. ഇന്ന് പല മുസ്ലിം കുട്ടികളും ഉണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനൊക്കെ നല്ല ട്യൂണിൽ പാടിയിട്ട് എന്തിടല്, എന്തിനു പറയാ, യൂട്യൂബിലെ റീൽസ് നല്ല പാട്ട് മോഡലിൽ പാടിയിട്ട് കുഫറാണ്. കാരണം അത് ഇസ്തിഹ്സാ ആണ്, കളിയാക്കലാണ്, പരിഹസിക്കലാണ്. നിങ്ങൾ നോക്കി, ഒരു മിസ്വാക്ക് വരെ ആ കൂട്ടത്തിലാണെങ്കിൽ. അതേപോലെ വലൗ സഖിറ മിൻ ഇഅഫാഇൽ ലിഹ്യ യർതദ്, താടി നീട്ടി വളർത്തലിനെ ആരെങ്കിലും പരിഹസിച്ചാൽ യർതദ്ദു, അവൻ മുർത്തദ്ദായി പോവും. കളിയാക്കിയാൽ നീട്ടുന്നുണ്ടോ നീട്ടുന്നില്ലേ വേറെ വിഷയം, ഒരാളെ അമലുണ്ടോ ഇല്ലേ അത് വേറെ കാര്യം. പക്ഷെ ഒരുത്തൻ വടിച്ചു, എന്തെയാവുള്ളൂ, ഹറാം. താടി വടിക്കൽ ഹറാം, താടിയെ പരിഹസിക്കൽ കുഫർ. ഹുക്മ് വേറെ വേറെയാണ്. പണ്ട് ഹുസൈൻ സലഫിക്ക് നാദാപുരത്ത് പേരോട് മറുപടി പറയുന്നൊരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുമ്പ്? അയാളെ താടി നോക്കിയ ചൂല് പോലെ എന്ന് പറഞ്ഞിട്ട് മുർത്തത്തായി പോകുന്ന വർത്താനാണ്. കാരണം താടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, ശരീഅത്തിന്റെ നിയമമാണ്. ഒരാൾ ഇതിനെ കളിയാക്കിയാൽ ആരെയാ കളിയാക്കുന്നത്? ആ ശരീഅത്ത് ഉണ്ടാക്കിയ അള്ളാഹുവിനെയും അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയുമാണ്. ഇമാം പോയി ഷഹാദത്ത് ബാത്തിലായവനാണ്, മുർത്തദ്ദാണ്. ലൗ സഖറ മിന സവാബിൽ ഖസീർ മിന സൗബിൽ ഖസീർ യർതദ്, അതേപോലെയാണ് ചെറിയ വസ്ത്രം. ഇത് ബിരിയാണിക്ക് മുകളിലുള്ള. ശരിക്കും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ ആണുങ്ങളുടെ വസ്ത്രത്തിന്റെ മിഖ്ദാർ, അളവ് എത്രയാ? ഇലാ നിസ്ഫി സാഖൈൻ, കണങ്കാലിന്റെ പകുതി വരെ, അതാണ് ശരിക്കുള്ള അളവ്. ഇപ്പോഴും ഹറമിൽ പോയാൽ പക്ക സലഫികളെ കാണാൻ പറ്റും. അങ്ങനത്തെ കന്തൂറിട്ടിട്ട് വരുന്ന നല്ല താടിയും വലിയ മുടിയും വെച്ച പക്ക സലഫി പിള്ളേർ, യമനിലെയും അതേപോലെ തന്നെ പിന്നെ ലബനാനിലൊക്കെ വരുന്ന കുട്ടികൾ, സിറിയയിലൊക്കെ സലഫി പിള്ളേർ. പക്ഷെ അവനെ നോക്കിയിട്ട് നമ്മളെന്താ പറയാ, അങ്ങനെ ഒരുത്തന് ഇന്ന് ഇങ്ങോട്ട് വന്ന് നമ്മളെന്താ പറയാ, മറ്റേ പേരിട്ടിട്ടാണ് വിളിക്കുക. അതാണ് കൃത്യമായ അളവ്. അതിന്റെ കാലം ആൾക്കാർ കാണുന്നുള്ളൊരു പ്രയാസമുണ്ടോ? നെരിയാണി വരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം നെരിയാണി വരെ പോയിട്ടേ ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്തിബാ ഇലാ നിസ്ഫി സാഖൈൻ, നിയമം പറഞ്ഞാൽ നെരിയാണി വരെ, അതിന്റെ താഴോട്ട് ഹറാം. അതിന്റെ താഴെ ഒരുത്തം പാൻസ് ഇട്ടു, അല്ലെങ്കിൽ തുണി ഉടുത്തു, അല്ലെങ്കിൽ കന്തൂറ ഇട്ടു, ഓന്റെ ശിക്ഷ വേറെയാണ്. എന്നാലോ മുകളിലേക്ക് പാന്റ് ധരിച്ചു വന്നൊരുത്തനെ നോക്കിയിട്ട്, എന്തുവായി തുണി അത്ര കിട്ടിയിട്ട് പാന്റ് അടിക്കാൻ,
2 മീറ്റർ, ഒരു 1/2 മീറ്റർ അധികം വാങ്ങി എനിക്ക് ഫുൾ അടിച്ചോളേനോ, കളിയാക്കി. ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്നൊരു വാക്കാണ്. കാരണം കളിയാക്കിയത് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഒരു നിയമത്തെയാണ്. ദീൻ തമാശയേ അല്ല. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ ദീൻ കൊണ്ട് കളിക്കരുത്. ദീൻ എന്തല്ല? ലഅബും ലഹുവും അല്ല, കളിതമാശയല്ല ദീൻ. ദീൻ അള്ളാഹുവിൻ്റെതാണ്. സ്വർഗത്തിലേക്കുള്ള രാജപാതയാണ് ദീൻ. അത് ചെയ്യാൻ പറ്റുമോ? ചെയ്തോണി, കൂടിയിട്ടും. പക്ഷെ ചെയ്യുന്നവനെ പരിഹസിക്കാൻ നിന്നാൽ പ്രശ്നം പറയാം. അൽ അംറു ലൈസ ബിൽ അംറിൽ ഹയ്യിൻ. ഒരു മക്കൾ പറയാൻ വിഷയം നിസ്സാര വിഷയമല്ല. ലിഅന്നൽ മസ്അലത തഅദീമുല്ലാഹ്. കാരണം ഇവിടെ പ്രശ്നം എന്താ അറിയോ? അള്ളാഹുവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ്. വതഅലീമു ശർഇല്ല. അള്ളാന്റെ നിയമത്തിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. വതൗഖീറു മൻ ജാഅ ബിഹാദിഹി ശരീഅ. ഈ ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക എന്നുള്ളതാണ്. പരിഹാസം വരുമ്പോൾ അതെല്ലാം പോകുന്നത് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ആണ്. മൻ ഇസ്തഖഫ വസഖറ ബിശൈഇൻ മിമ്മാ ജാഅ ബിഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യത്തെ പരിഹസിക്കുകയോ നിസ്സാരമാക്കുകയോ ചെയ്താൽ ലം യസിൽ ഇലാ ഹാദിഹി ദറജ ഇല്ലാ ലിഖറാബിൻ ഫീ ഖൽബിഹി. അവന്റെ ഹൃദയത്തിൽ നിഫാഖ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവനത് ചെയ്യുന്നത്. യഖൂൽ അല്ലാമ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഹഖീഖത്തുൽ കുഫ്രി ഖറാബുൽ ഖൽബി. കുഫറിൽ ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ രോഗമാണ്. മനസ്സ് ക്ലിയർ ആണെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള തഅദീം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വരൂല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലാ വഹിയ അൽ ഖൽബ്. ശരീരത്തിൽ ഏറ്റവും അധികം നന്നാക്കേണ്ട സാധനം ഖൽബാണ്. അതാണ് എല്ലാത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. അതുകൊണ്ട് അസ്സുഖ്രിയ കസീറ. ദീനിന്റെ നിയമങ്ങളെ കളിയാക്കുക എന്നുള്ള രീതി ഒരുപാടുണ്ട്. അവരറിയാണ്ട് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പെട്ടുപോകുന്നു. സംഘത്തിന്റെ ഗൗരവം അറിയാതെ പലതും അതിൽ പെട്ടുപോകുന്നുണ്ട്. ഏതുപോലെ താടിയുടെ വിഷയത്തിൽ പല ആൾക്കാരും പറയുന്ന പോലെ എന്താണത്? അതൊരു മുടിയല്ലേ? അതിലെന്തെങ്കിലും ഖൈറുണ്ടെങ്കിൽ അതിനേക്കാളും നല്ല വേറെ സ്ഥലത്ത് വരുത്തല്ലേ, അതിലെന്തെങ്കിലും ഖൈറുണ്ടെങ്കിൽ. അങ്ങനെ 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 പലതും പറഞ്ഞ് കളിയാക്കുന്ന ആളുകളുണ്ട്. പല പ്രഭാഷകന്മാരും ഉണ്ട്. ഏതിൽപ്പെട്ട? ഖുറാഫികളിൽപ്പെട്ട പ്രഭാഷകന്മാർ നമ്മൾ പറയുന്നില്ല, പറയേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മളുമായി ബന്ധപ്പെട്ട ആളല്ല, ഇസ്ലാമുമായി ബന്ധമുള്ള ആൾക്കാരല്ല. എന്നാൽ തൗഹീദുള്ള പലരും ഈ സാധനത്തിനെ കളിയാക്കുന്നുണ്ട്. ഈ താടി നീട്ടുന്നതിനെ, ഈ മീശ വെട്ടി ചുരുക്കുന്നതിനെ, കടങ്കാലിന്റെ മുകളിൽ വസ്ത്രം ഉടുക്കുന്നതിനെ പരിഹസിക്കുന്ന പ്രഭാഷകരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉലമാക്കൾ എത്രത്തോളം പറഞ്ഞെന്നറിയോ? അഥവാ ആരെങ്കിലും ഒരാൾ അങ്ങനെ പരിഹസിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ നമ്മൾ കേട്ടാൽ, വ്യക്തമായി നമ്മളെ കാതുകൊണ്ട് ദീനിന്റെ നിയമത്തെ കളിയാക്കുന്നത് നമ്മൾ കണ്ടു അല്ലെങ്കിൽ കേട്ടു, എന്നിട്ടോ ആ ചെയ്തവൻ കാഫിറായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരായി? പുറത്തായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, മൻ ലം യുകഫിർ അൽ മുശ്രിക്കീൻ. ഈ ശിർക്ക് ചെയ്തവനെ, അതേപോലെ കുഫർ സംഭവിക്കുന്ന കാര്യങ്ങൾ ചെയ്തവൻ കാഫിറാണ്, മുർത്തദ്ദാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മളെ ഈമാൻ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. പണ്ടേ പറയില്ലേ, വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. ചെയ്യാൻ പറ്റുന്നില്ലേ? ചെയ്യണ്ട, തൗബ ചെയ്തോളൂ. പക്ഷെ ചെയ്യുന്നവരെ പരിഹസിക്കണ്ട, അത് അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യത്യസ്ത വാക്കുകളിലൂടെ താടിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. താടി നീട്ടാൻ, സമൃദ്ധമായി അങ്ങ് വിടാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. താടിയുടെ നീളത്തില് മാത്രമേ ഉലമാക്കൾക്ക് ഇഖ്തിലാഫുള്ളൂ, ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർക്ക്. പക്ഷെ സലഫി ഉലമാക്കൾക്ക് അതിൽ ഇഖ്തിലാഫ് ഇല്ല. അല്ലാമ ഫൗസാൻ റഹിമഹുല്ലാഹ് ഇപ്പം നിലവിൽ ജീവിച്ചിരിപ്പുള്ള ബഖിയത്തുസ് സലഫ്, അദ്ദേഹത്തെ പറ്റി പറയുന്നത് അറിയോ? സലഫുകളായ ഉലമാക്കളുടെ ബാക്കിയാണ് ഇപ്പം ജീവിച്ചിരിപ്പുള്ള സാലിഹുൽ ഫൗസാൻ. അദ്ദേഹം പോവലോടെ സലഫ് തീർന്നു. ഇനി വരുന്നത് പുതിയ ആൾക്കാരാണ്.
അദ്ദേഹം ചോദിച്ചു താടിനെ പറ്റി. നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നില്ലേ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഇവിടെ പഠിക്കുന്നു, എന്താ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞില്ല, ഈ രണ്ട് കവിളിലും തിക്കിനിലും താടിയെല്ലിലും വളരുന്ന രോമത്തിനാണ് ലിഹ്യത്ത് എന്ന് പറയാ, അതിനങ്ങ് വിട്ടോളാം. എന്ത് ചെയ്യാ? എണ്ണ തേച്ച് ചീകി ഒപ്പിച്ച് വൃത്തിയാക്കി വെക്കുക. പ്രത്യേകിച്ച് ഈ കാലത്ത് അതൊരു ജിഹാദാണ്. പക്ഷെ ഇവിടെ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേ പറഞ്ഞത് ഇങ്ങനെ കേട്ട് 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 നമ്മൾ വരുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. നിങ്ങളൊന്ന് നോക്കിയൊക്കെ, മുസ്ലിമീങ്ങളാന്ന് പറയുന്ന മഹാഭൂരിപക്ഷം ആൾക്കാരും ക്ലീൻ ഷേവാണ്. ജമാഅത്ത് പള്ളിന്റെ പ്രസിഡന്റ്, മഹല്ലിന്റെ ഖാദി, ഇത് മൂലന്മാർക്കാശിക്കുള്ള താടിയുള്ളത് നല്ല ഹംദാനിയ സ്റ്റൈല്, ഖത്തരി, സൗദി ആ സ്റ്റൈലാണ് ഇപ്പൊ താടിയെല്ലാക്കുന്നത്. പ്രഭാഷകന്മാര് വരെ ദീനിന്റെ നെടും തൂണുകളായി പറയപ്പെടുന്ന തങ്ങന്മാര്, പറയപ്പെടുന്ന പക്ഷെ അല്ല, അവരല്ല പറയപ്പെടുന്ന, അവരേതാ സ്റ്റൈല്? ലെനിൻ, ലെനിൻ അല്ലേ, എന്താ പറയാ, ഫ്രഞ്ച്. ലെനിന്റെ താടി എങ്ങനെയല്ലേ? ഇവിടെ മാത്രം ദീനല്ല. അവർക്ക് ഇവിടെ പഠിക്കാനുള്ള തെളിവെന്ത്? എന്തിനാണ് പഠിച്ചത്? ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറഞ്ഞ ഗൗരവകരമായ ഒരു കാര്യമുണ്ട്. ഒരാള് താടി പഠിച്ചു, എന്തിന്? ഭംഗിക്ക്. ഇന്ന് മനുഷ്യന്മാര് പഠിക്കുന്ന എന്തിനാ? ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അയാള് ഭംഗിക്ക് വേണ്ടിയാണെന്നുള്ള നീയത്തോടെ താടി പഠിച്ചാൽ അയാൾ മുർത്തദ്ദാവുന്നവർ. അതിന് തെളിവ് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഞാൻ മനുഷ്യനെ അഹ്സനു തഖ്വീമിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അഹ്സൻ ഇസ്മുൽ മുബാലഗ, അതിന്റെ അപ്പുറത്ത് വേറെ വാക്കില്ല നല്ലത് എന്ന് പറയാൻ. ഏറ്റവും നല്ല രൂപഘടനയിലാണ് ഞാൻ സൃഷ്ടിച്ചത്. അതിൽ പെട്ടതാണ് പുരുഷന്റെ താടി. പെണ്ണിന് താടി ഇല്ലാതിരിക്കലും അതിൽ പെട്ടതാണ്. ഇനി അഥവാ ഏതെങ്കിലും പെണ്ണിന് ഹോർമോൺ കാരണത്തിൽ താടി വന്നാൽ അവൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാം, അതിന്റെ മരുന്ന് വരാതിരിക്കാനുള്ള മരുന്ന് ഉപയോഗിക്കാം. പുരുഷന്റെ താടി അള്ളാഹുവിന്റെ അഹ്സനു തഖ്വീമാണ്. അള്ളാഹ് പറഞ്ഞു ആ താടിയുള്ള കോലമാണ് ഏറ്റവും ഭംഗിയുള്ള കോലം. നമ്മൾ എന്ത് പറയുന്നു? ശരിയല്ലപ്പ. ആരോട്? റബ്ബിനോട്. നീ പറഞ്ഞ ശരിയല്ല. അഹ്സനു തഖ്വീം എന്ന് പറഞ്ഞാൽ ഇതില്ലാത്തതാണ്. കാരണം ഞാൻ കണ്ട സൗന്ദര്യമുള്ള മുഖം ഏതാ? ഷാറൂഖ് ഖാന്റെ മുഖമാണ്, സൽമാൻ ഖാന്റെ മുഖമാണ്. പക്ഷെ തീ നമുക്ക് കാണിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താടി ഇല്ലാത്ത മുഖ, കസീഫുൽ ലിഹ്യ, നല്ല കട്ട താടിയുള്ള മനുഷ്യനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു നബി ഏറ്റവും ഭംഗിയുള്ള മനുഷ്യൻ ഏതാ? യൂസുഫ് അലൈഹിസ്സലാം. താടിയില്ലാത്ത നബിയാ? അങ്ങനെ ഒന്നും ഉണ്ടാവോ? ശുദ്ധ പ്രകൃതിയാണ് താടി, അതിനെതിരാണ് പഠിക്കൽ. സിംഹത്തിൽ ഏറ്റവും ഭംഗിയുള്ള സാധനം ഏതാ? ആണല്ലേ? ആ താടിയോടെയുള്ള. പൂവൻകോഴിയിലോ? പൂവൻകോഴിനെ പിടിച്ചിട്ട് താടിയും വെട്ടി ഇതും വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൂവൻകോഴിക്ക് ഒരു ഭംഗിയുണ്ടാ? മയിലിനെ കണ്ടില്ല? മയിലിനെ നിങ്ങൾ പറയാ അല്ല, എന്തോ സംഭവം ഉണ്ട്. നബീനും മനുഷ്യന്മാരെ പേരല്ലേ നബീൻ, നബിൽ. അതിലെ പെണ്ണിനെ കണ്ടില്ല? ഒരു രസമില്ല കാണാൻ മയിലിന്റെ. പക്ഷെ ആണ്, അതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ സൗന്ദര്യമാണ്. പോയിട്ട് ഓളോട് ചോദിച്ചു നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ നിനക്ക് ഏതാ രസം? ഞാൻ താടി വെച്ചിട്ടാണോ താടി പഠിച്ചിട്ടാണോ? പുരുഷന്റെ സൗന്ദര്യം അറിയുന്ന പെണ്ണ് പറയും തൊട്ടുപോകാൻ പാടില്ല പറയും. താടി ഭയങ്കര ഡേഞ്ചറാണ് പഠിക്കൽ. ഈ നീയത്തിലാണെങ്കിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഓൻ ഖുർആൻ എതിര് കാണിച്ചു, അള്ളാനെ വെല്ലുവിളിച്ചു. എന്നാൽ അവൻ പഠിച്ചില്ല, ഒന്ന് വെട്ടി ഒതുക്കി, അവന്റെ ഹുക്മ് വേറെ. അതുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ പരിഹാസമാവുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരു ചൊവ വരുന്ന വർത്തമാനം ഒരു കാരണവശാലും പാടില്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കലാണ് എന്ത്? നിയമം അല്ലേ? നിങ്ങൾക്ക് നീതി കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്താ? ഒന്നാണ്. 2, 3, 4 കെട്ടിയാലോ? എന്ത് മനുഷ്യരുടെ ഇവൻ! കെട്ടി കണ്ടെടുത്തെല്ലാം പെണ്ണും കെട്ടി നടക്കുന്ന ഇതിന്റെ അവസ്ഥ. അങ്ങനെ പറയുന്നവന്റെ അവസ്ഥ എന്താ? ഹുക്മെന്താ? നമുക്ക് തമാശയാ.
അള്ളാഹു പറഞ്ഞതാ ഖുർആനിൽ. എത്ര കെട്ടാം? മസ്ന വസുലാസ വറുബഅ, രണ്ടോ മൂന്നോ നാലോ നിങ്ങൾക്ക് കെട്ടാം. ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. ഒരാൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഓൻ അനുഭവിച്ചോളണം. രണ്ടോ മൂന്നോ നാലോ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഓൻ നോക്കിക്കോളണം, നീതി കാണിച്ചോളണം. പക്ഷെ അതിനെ നമ്മള് ആണുങ്ങളൊന്നും പറയില്ല, പെണ്ണുങ്ങൾ എന്താ പറയാ? തീരിന്റെ നിയമ. മാപ്പനോട് എന്ത് പറയാം? ദയവ് ചെയ്തിട്ട് കല്യാണം കഴിക്കല്ലേ, എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം. സ്നേഹമാണോ, പൈസയാണോ, എന്റെ ഉപ്പാന്റെ മുതലാണോ, എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരാം. പക്ഷെ രണ്ട് കെട്ടിയതിന്റെ പേരിൽ അയാൾ ആക്ഷേപിച്ചാൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമത്തെയാണ് ആക്ഷേപിച്ചത്. തമാശയല്ല, ചില്ലറ കഥയല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില ഇസ്മുകളുണ്ട്, അല്ലാഹു പഠിപ്പിച്ച പേരുകൾ. അള്ളാഹു പഠിപ്പിച്ച പേരല്ലാത്ത, അള്ളാഹ് അവന്റെ നഫ്സിനിട്ട പേരല്ലാത്ത, നമുക്ക് തോന്നിയ പോലെ അള്ളാഹിനെ വിളിക്കാൻ പറ്റൂല. നമുക്ക് തോന്നിയ പേര് അള്ളാഹ്ക്ക് വെച്ചു കൊടുക്കുക, അത് അനുവദിക്കപ്പെട്ട സംഗതിയല്ല. പക്ഷെ ഇന്ന് പല പ്രഭാഷകന്മാരും ഒരു പ്രസംഗത്തിന് ഒരു സുഖം ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹിനെ പറ്റി പറയുമ്പോൾ എന്തെല്ലോ പേരങ്ങ് പറഞ്ഞു കളയുന്നു. ഇങ്ങനെ പറയാം, ഏത് അസ്മാഉൽ ഹുസ്ന, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞു പഠിപ്പിച്ച പേരുണ്ടല്ലോ. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ച പേര്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തെ വിശദീകരിക്കുന്ന പേര്. എങ്ങനെ? ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവനെ, നമ്മളായിട്ട് പറയുന്ന ഒരു പേരാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കച്ചവടങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവനെ, അത് അള്ളാന്റെ സിഫത്തിനെ നമ്മൾ വിശദീകരിച്ച് പറയാണ്. അതല്ലാതെ അന്യമതസ്ഥർ അവരുടെ ദൈവങ്ങൾക്ക് ഇട്ട് വിളിക്കുന്ന പേരുകൾ ഉണ്ടാവും. ആ പേരുകൾ അള്ളാഹുവിന് ചേരൂല. തമ്പുരാൻ അത് പറ്റും. പ്രവർത്തിക്കാർ റബ്ബിന്റെ ഇതല്ലേ, നിയന്ത്രിക്കുന്നല്ലേ അർത്ഥം. തമ്പുരാൻ ഖുദാ പറയാൻ പറ്റൂല, ഖുദാ പറയാൻ പറ്റൂല. ഏത് ദൈവം പറഞ്ഞൂടാ, പറഞ്ഞൂടാ, പറഞ്ഞൂടാ. അള്ളാഹിന് അള്ളാഹ് വെച്ച ഇസ്മുകളുണ്ട്, അതേ പറയാവൂ. അള്ളാഹിനെ അറിയാത്ത ആരാണ് ദുനിയാവിൽ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഏത് നിഷേധിക്കും സംഭവം മനസ്സിലാവും ആരെ പറ്റിയാ പറയുന്നത്. അവിടെ അള്ളാഹുവിന് അള്ളാഹുവിന്റെ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസാറാക്കൾക്ക് കത്തയച്ചിട്ടുണ്ട്, ജൂതന്മാർക്ക് കത്തയച്ചിട്ടുണ്ട്, മുശ്രിക്കിനോട് സംസാരിച്ചിട്ടുണ്ട്. അവരോടൊക്കെ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു എന്ന പേരുള്ള ഒരാളും മഖ്ലൂക്കും ദുനിയാവിൽ ഇല്ലതാനും, അങ്ങനെ ഉണ്ടാവുകയുമില്ല. ആരും അങ്ങനെ പേര് വെക്കൂല, വെക്കാൻ കഴിയൂല. ഫിർഔനും എന്തേ പറഞ്ഞിട്ടുള്ളൂ? അന റബ്ബുക്കുമുൽ അഅല. നമ്രൂദ് പറഞ്ഞതും അങ്ങനെ തന്നെ, അള്ളാഹു ആണ് ഞാൻ എന്നാലും പറഞ്ഞില്ല, പറയൂല, പറയാൻ കഴിയില്ല. ആ തർത്തീബ് അള്ളാഹ്ക്കില്ല. അള്ളാഹ് എന്ന് പറയാൻ ഏറ്റവും നല്ലത്. അവന് ചേരാത്ത പേരുകൾ പറ്റൂല. അതേപോലെ നമ്മൾ അന്യമതസ്ഥരുടെ ദൈവങ്ങളെ കളിയാക്കുന്നതിലൂടെ അവർ നമ്മുടെ അള്ളാഹുവിനെ കളിയാക്കാൻ കാരണമായാൽ അതും പ്രശ്നം. വളരെ ശ്രദ്ധിക്കണം. അവരെ ദൈവങ്ങളെ കളിയാക്കരുത്. അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കാം. കാരണം അവര് ഒരു ജഹിലിൽ, അന്ധവിശ്വാസത്തിൽ പെട്ടുപോയവരാണ്. അവർക്ക് കൃത്യമായി കാര്യം പറഞ്ഞു കൊടുത്ത് തിരുത്താൻ ആവശ്യപ്പെടാമെന്നല്ലാതെ അവരെ ദൈവങ്ങളെ പരിഹസിച്ചിട്ട് പറഞ്ഞു കൊടുക്കരുത്. എന്തര ആ രീതി പറ്റൂല. കാരണം അവര് തിരിച്ചതേപോലെ അള്ളാഹുവിനെ പറഞ്ഞാൽ ആ സബ്ബിന് നമ്മൾ കാരണക്കാരാണ്. അവർ അള്ളാഹിനെ ചീത്ത വിളിക്കാൻ നമ്മൾ കാരണക്കാരാണ്. നമ്മൾ അപകടത്തിലാവും. അള്ളാഹു കാക്കട്ടെ. എന്ന് പറഞ്ഞ ഒരു മുവഹിദിന്റെ, ഒരു മുഅ്മിനിന്റെ നാവെന്ന് വരുന്ന വർത്താനം 1000 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ആവാൻ പാടുള്ളൂ. ദീനിന്റെ കാര്യത്തില്, പർദ്ദന്റെ കാര്യത്തിലോ, പെണ്ണുങ്ങളുടെ, അതെല്ലാം ആ പണ്ട് കാലത്തെ മനുഷ്യന്മാരോട് പറയുമ്പോ അവർക്ക് അങ്ങനെ ജീവിക്കാനൊക്കെ ഇക്കാലത്ത് എങ്ങനെ ജീവിക്കാന്ന്. ഇയാളെന്താ ഈ പ്രസംഗിക്കുന്നത്? ഈ കാലത്തെ പറ്റി ഇയാൾക്ക് അറിയില്ലേ? പെൺപിള്ളേർക്ക് കോളേജിൽ പോണ്ടേ, അവർക്ക് അവിടെ പഠിക്കണ്ടേ, ക്യാമ്പസിലേക്ക് എങ്ങനെ മുഖം മറിച്ചിട്ട് പോവുക, ക്യാമ്പസിൽ എങ്ങനെ കയ്യോറിട്ടിട്ട് പോവുക, എന്ത് വർത്താനാ പറയുന്നത്? നമ്മളിപ്പോ മൂലാമാരെ പറഞ്ഞ പ്രശ്നമല്ല, പക്ഷെ ശരീഅത്തിന്റെ ഒരു നിയമത്തെയാണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കണം. നമ്മള് അള്ളാഹു നിയമമാക്കിയ നിയമത്തിന്റെ ബദല് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അള്ളാഹു ഹിക്മത്തുള്ളവനാണ്. ആ ഹിക്മത്ത് വെച്ചിട്ട് അള്ളാഹു നിയമം പാസ്സാക്കുന്നത്. നമ്മൾ അതിന് ഉൾട്ടയായിട്ടൊരു നിയമം എങ്ങനെ പാസ്സാക്കുക?
എങ്ങനെ അത് ശരിയാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, വഖർന ഫീ ബുയൂതികുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഖർന ഫീ ബുയൂതികുന്ന. എന്താ അർത്ഥം? ഈ കാലത്ത് പറഞ്ഞാൽ നമുക്ക് അടിയുള്ളൂ. നിങ്ങൾ, പെണ്ണുങ്ങളാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക. ഇയാളെന്താ നമ്മളെ അടിമകളാക്കണമെന്ന് ചോദിക്കും. നമുക്ക് നമ്മളെ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മനസ്സിൽ ഒതുക്കുക, ഒന്നും പറയാൻ നിൽക്കരുത്. കാരണം അള്ളാഹ്ക്ക് എതിരായി പോകും വർത്താനം. സെലഫി പെണ്ണുങ്ങളാ കൂടുതൽ പറയുന്നത്. ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ അടങ്ങി നോക്കി പരിപാടി തന്നെയുണ്ട്. നമുക്ക് പരിപാടിക്ക് പോകണം, നമുക്ക് ക്ലാസ് എടുക്കാൻ പോകണം. പെണ്ണുങ്ങൾ ക്ലാസ് എടുക്കണ്ട. ദഅവത്ത് പെണ്ണുങ്ങളുടെ എന്തല്ല, ബാധ്യതയല്ല. ചെയ്താൽ കൂലി കിട്ടും, പക്ഷെ അവരുടെ ബാധ്യതയല്ല. അവര് ആണുങ്ങളെ വിളിച്ചിരുത്തിയിട്ട് പെണ്ണുങ്ങൾ ടീച്ചർമാർ, ജമീല ടീച്ചറും പിന്നെന്താ ടീച്ചർമാർ എന്നിട്ട് ക്ലാസ്, വലിയ വലിയ നേതാക്കന്മാര്, സെൽഫി സംഘടന നേതാക്കന്മാര് മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു, പെണ്ണുങ്ങൾ മുമ്പെന്ന് നടത്താൻ പറ്റൂല. ഇന്ന് ദുനിയാവിലുള്ള എത്ര വലിയ ടീച്ചറും ആയിക്കോട്ടെ, എത്ര വലിയ ഡിഗ്രി ഉണ്ടായിക്കോട്ടെ, അതിനേക്കാളൊക്കെ എത്രയോ മേലാണ് ആയിഷ റളിയല്ലാഹു അൻഹ. സംശയമുണ്ടാ? പ്രഗത്ഭരായ സഹാബാക്കള് എന്തെങ്കിലും മസ്അലയിൽ സംശയം വന്നാ പറയും സല്ലി ഹുമൈറ. ഹുമൈറയോട് പോയിട്ട് ചോദിക്കും. ആയിഷ ബീവിനെ റസൂലുള്ളാഹി വിളിക്കുന്ന പേരാണ് ഹുമൈറ. ആയിഷ ബീവി പറഞ്ഞു കൊടുക്കും മസ്അല വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. ഒരു ക്ലാസ്സും ആയിഷ ബീവി എടുത്തില്ല, ഇതുവരെ നമ്മളെ അറിവിലില്ല. ആയിഷ ബീവിക്ക് ഒരു നോട്ടീസ് അടിച്ചൂടെ, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, അവിടെ എല്ലാവരും എൻ്റെ പുറക്കേക്ക് ഒരു ക്ലാസ്സിന് വരണം, പഠിച്ചോളാം, അമൽ ചെയ്തോളാം. വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോ വേറെ കാര്യം. ആ ഉമ്മമാര്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരായ നമ്മളുടെ ഉമ്മമാര്, അവരെ പറ്റി പറയാണ് ഖുർആൻ, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. അവരോട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ, നിങ്ങളെ ഉമ്മമാരാണെന്നാലും മറന്റെ ബാക്കിൽ നിന്നിട്ട് വേണം ചോദിക്കാനും പറയാനും. നമ്മളങ്ങ് വിട്ടുകൊടുക്കുകയാണ്. സ്റ്റഡി ടൂർ, ഇപ്പൊ ടൂറിന്റെ കാലമാണ് സ്കൂളിലെ, ചൂടില്ലാത്ത തണുപ്പിന്റെ കാലമല്ലേ. 12ാം ക്ലാസ്സിൽ +2 +1 +2 പഠിക്കുന്ന നമ്മളെ പിള്ളേർ ഇപ്പൊ ടൂറിന് പോകണം, പോയിക്കോ മോളെ. പറ്റൂല. ദീനിന്റെ നിയമം ദീനിന്റെ നിയമമാണ്, നമുക്കനുസരിച്ച് മാറ്റാനും വിളിക്കാനൊന്നും പറ്റൂല. വഖർന ഫീ ബുയൂതികുൻ, നിങ്ങളെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി. ഇനി അഥവാ പുറത്തു പോകേണ്ടി വന്നാൽ വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, ആ പണ്ട് പഴയ കാലത്ത് നിങ്ങൾ സഞ്ചരിച്ച പോലെ സൗന്ദര്യം പ്രകടിപ്പിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങല്ല. പണ്ട് കാലത്ത് സൗന്ദര്യം പ്രകടിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ? ആകെ എന്തേ കാണും? മുട്ടുമുറിയുള്ള കൈ, കഴുത്ത്, ഇതാണ് അവൻ ആകെ പ്രകടിപ്പിച്ചത്. ഇന്നോ ജാസ്മിന്റെ പൊടി പേരുന്നാ മതി പ്രകടിപ്പിക്കുന്നത് കാണാൻ. ഇതാണ് അവസ്ഥ. അത് ദീനില്ലാത്ത, ശരീഅത്തിന്റെ നിയമം ബാധകമല്ലാത്തവർക്കൊക്കെ നമുക്ക് വിഷയമൊന്നുമില്ല, എന്തായിക്കോട്ടെ. മുസ്ലിം മുസ്ലിം കല്യാണത്തിന് പങ്കെടുത്താൽ മതി, അപ്പൊ മനസ്സിലാവും. വഖർന ഫീ ബുയൂതികുൻ. ഇതിനെല്ലാം കാര്യം എന്താ അറിയോ? എന്തുകൊണ്ടായിരിക്കും ഇതെല്ലാം ആയി പോയത്? ആവശ്യത്തിലധികം ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തിട്ടാണ്. എല്ലാം നിങ്ങൾ പറ, ആമോക്കല്ല പെമ്മക്കൊക്കെ എന്ത് നേട്ടം ഉണ്ടായി? എല്ലാരും ജോലിക്ക് പോവാ, എല്ലാവർക്കും അടുക്കളയിൽ തന്നെ, എല്ലാരും അടുക്കളയിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിന്നറിയോ? ആകെ കൂടെ കുടുംബജീവിതം താറുമാറായി. എത്ര ഉണ്ടെന്നായി പറയുന്നത്? വക്കീലിനെ ചോദിച്ചോക്ക്, കോടതിയിൽ എത്ര കേസുണ്ട്? 100ൽ 10 കേസ് ചിലപ്പോ കോടതിയിൽ ഉണ്ടാവും, 90 പേർക്ക് കിടക്കുന്നുണ്ടാവും. ദീനൊരു നിയമം പറഞ്ഞാൽ അത് നിയമം. ഇപ്പൊ ന്യായീകരണം എന്താ അറിയോ? അല്ല, മക്കൾക്ക് പഠിപ്പിക്കാമല്ലോ. നമ്മളെ ഉമ്മമാരെ പഠിപ്പിച്ചതായിരിക്കും പഠിച്ചത്. നിങ്ങളെ ഉമ്മമാരെ പഠിപ്പിച്ചതാ ദുനിയാവ്. പിന്നെ നമ്മൾ ഖുർആൻ ഓതാനൊക്കെ ഉമ്മ ഊന്ന് കേട്ട് പഠിച്ചിട്ടുണ്ടാവും. അതും പഠിക്കുന്ന വിഷയം എന്തൊക്കെ ഉപകാരമുള്ളതാ? നിങ്ങളെല്ലാം കച്ചവടക്കാരല്ലേ? എപ്പോഴെങ്കിലും സ്കൂളിലോ കോളേജിലോ പഠിച്ച് ഉപകാരപ്പെട്ട കച്ചവടത്തിൽ? രാഷ്ട്രീയ പറ, നിങ്ങളുടെ കണക്ക് ഏറ്റവും അധികം കൂട്ടുന്ന ആള് ഉണ്ടാ? കൂട്ടലും കുറക്കലും, കൂടി വന്നാ ഹരിക്കലും.
രസാകൂ ഉസാകൂ പിന്നെന്താ ഉള്ളത്? എന്തെങ്കിലും ഉപകാരപ്പെട്ടിരുന്നു. പക്ഷെ ദീൻ എത്ര പഠിക്കുന്നോ അത്ര ഉപകാരപ്പെടുകയും ചെയ്യും. നമ്മൾ എന്ത് ന്യായീകരണം പറഞ്ഞാലും എത്ര വാദിച്ചാലും പെണ്ണുങ്ങൾക്ക് ഒരു പരിധി ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ പുറത്തു പോയാൽ അപകടമാണ്. ആണ് പെണ്ണൊന്നാവാൻ പറ്റൂല. മറ്റേ സ്പ്രേ ഇല്ലേ, ഏത് കുരുമുളകിന്റെ സ്പ്രേ പെണ്ണുങ്ങൾ ബാഗിൽ വെക്കുന്നത്, പെപ്പർ സ്പ്രേ. എന്തിനാ പെണ്ണുങ്ങൾക്ക്? ആണുങ്ങളെ പോലെ പിന്നെ ഉപയോഗിച്ച് നടക്കണം. ആണുങ്ങൾ നമ്മൾ മുളക് പൊടിയും ബാഗിൽ വെച്ചിട്ട് നടക്കുന്നത്, ട്രെയിനിൽ കയറുന്നത്. എന്താ പെണ്ണുങ്ങൾക്ക് ഒരു മുളക് പൊടി, ഒരു സ്പ്രേ? അപ്പൊ ഇതിൽ തന്നെ മനസ്സിലായില്ലേ എന്തോ സംതിങ് പേടിക്കുന്നുണ്ട്. ആ പേടി അതാണ് അള്ളാന്റെ സൃഷ്ടിപ്പ്. അങ്ങനെ പേടി പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും. പെണ്ണ് വേറെ ആണ് വേറെ. അരിജാലു ഖവ്വാമൂന അലൻ നിസാ. ആണുങ്ങൾക്ക് കൊമ്പുണ്ട്. ദീൻ അങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നു. പക്ഷെ പെണ്ണിന് ഇപ്പൊ ആണുങ്ങളെ പോലെ ആവണം. നിയമം തെറ്റിച്ചു, എല്ലാം താറുമാറായി. അതുകൊണ്ട് എന്തു ആയിക്കോ, പഠിക്കോ പഠിപ്പിക്കോ, പക്ഷെ ഇസ്ലാമിന് നിരക്കാത്ത വർത്തമാനം നിയമങ്ങളെ പറ്റി പറഞ്ഞു പോകരുത്. അത് 6-ാം നൂറ്റാണ്ടിന്റെ ചിന്തയല്ലേ അപ്പ? അന്ന് കോളേജ് ഉണ്ടോ? അന്ന് യൂണിവേഴ്സിറ്റി ഉണ്ടോ? അതിനെപ്പറ്റി പഠിക്കുന്നതിനെ പറ്റിയെല്ലാം അന്ന് റസൂൽ ചിന്തിച്ചിട്ടുണ്ടാവോ? മാഅല്ല. ഈ കാലം അങ്ങനെയാ. കാലത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ടേ? മാറണ്ടേ? ദീനിന്റെ നിയമം മാറ്റാൻ പറ്റുമോ കാലത്തിനനുസരിച്ച്? നിയമം അന്ന് ഇന്നും ഇല്ല. യൗമുൽ ഖിയാമ ഒന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ നല്ലത്. പക്ഷെ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കൂല. പക്ഷെ നമ്മള് സലഫികൾ മുവഹ്ഹിദുകളെങ്കിലും നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. അവിടെ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്നിനെ പരിഹസിച്ചാൽ, കളിയാക്കിയാൽ, മനിസ്തഹസഅ ബിശൈഇൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫർ. പരിഹാസവാക്ക് പറഞ്ഞാൽ ദീനിന് പുറത്താവും, മുർത്തദ്ദായി പോവും, കാഫിറായി പോവും. 7-ാമത്തെ കാര്യം ഇതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാം ഇങ്ങനെ എന്റെ മുഖം നോക്കി കുടിക്കുമ്പോ എനിക്കും കുടിക്കണം എന്നുണ്ട്. പക്ഷെ ഇത് പറയാണ്ട് കുടിക്കാൻ കഴിയല്ലോ. സിഹ്ർ ചെയ്യുക. എന്താ പറയാ നിങ്ങളുടെ നാട്ടില്? മരണം. അയ്യോ, വളരെ മോശമായി പോയത്. മാട്ട. വമിൻഹു അസ്സർഫു വൽഅത്ഫു. ആ സിഹറിൽ പെട്ടതാണ് സർഫും അത്ഫും. എന്താന്ന് വെച്ചാല് കേട്ടോളി. അസ്സിഹ്റു തഅല്ലുമുഹു. സിഹർ ഒരു വിഷയമാണ്, ഒരു ഫന്നാണ്. അത് പിന്നെ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് സൂറത്തുൽ ബഖറയുടെ, നിങ്ങൾ പറ്റുമെങ്കിൽ ഇബ്നു കസീറിലെ ഇമാം ത്വബരിയുടെ തഫ്സീർ ഇംഗ്ലീഷിലുണ്ടാവും, ഇംഗ്ലീഷ് അറിയാലോ, വായിച്ചു നോക്കണം. ആയത്ത് വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. ആ ആയത്തിന്റെ തഫ്സീറിൽ ഈ സിഹറിന്റെ ഫന്ന് വിഷയം വന്ന ഒരു സംഭവം പറയുന്നുണ്ട്. സിഹർ സത്യമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ സിഹർ നിഷേധിക്കുന്ന ആളുകൾ? കാഫറായി പോകും നിഷേധിച്ചാൽ. പിന്നെ പള്ളിയിൽ വരണ്ട തൽക്കാലം. സിഹർ ഹക്കാണ്. സുലൈമാൻ നബിയുടെ കാലത്തുള്ള ജിന്നുകൾ എഴുതിയുണ്ടാക്കിയ ഒരു പുസ്തകം. ജൂതന്മാർ അത് ഉപയോഗിച്ചുകൊണ്ടാണ് സിഹർ ചെയ്തുകൊണ്ടിരുന്നത്. പിശാചുക്കള് ഓതിക്കൊടുത്ത ചിലതിനെ അവർ പിൻപറ്റി, ജൂതന്മാർ. അലാ മുൽക്ക് സുലൈമാൻ, സുലൈമാൻ നബിന്റെ അധികാരകാലത്ത്. സുലൈമാൻ അലൈഹിസ്സലാം അത് പിടിച്ചു വാങ്ങി അദ്ദേഹത്തിന്റെ കസേരയുടെ സിംഹാസനത്തിന്റെ താഴെ ആ പുസ്തകം കുഴിച്ചിട്ടു. അവരെഴുതി ഉണ്ടാക്കിയത് കുഴിച്ചിട്ടു. എന്തിന്? ഇതില്ലാതെയാക്കാൻ. പക്ഷെ ജൂതന്മാരെന്ത് ചെയ്തു? അത് തോണ്ടി. അങ്ങനെ അവരാണ് ആ വിഷയം, ആ ഫന്ന് ആളുകളെ പഠിപ്പിച്ച് കുഫറിന്റെ പരിപാടിയുമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് സിഹർ എന്ന് പറയുന്ന സംഗതി ഉള്ളതാണ്. പക്ഷെ ആ സിഹർ തഅല്ലുമുഹു, അത് പഠിക്കാന്ന് പറഞ്ഞാൽ ലാ യതിമ്മു ഇല്ലാ ബിൽ കുഫ്രി, കുഫർ കൊണ്ടല്ലാതെ അത് പഠിച്ചെടുക്കൽ സാധ്യമേ ഇല്ല. കാരണം ഒരു ഖഫിയായ മറഞ്ഞ വഴിയിലൂടെ പിശാചുക്കളെ ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന എന്തോ ഒരു സംഗതി. അതിനപ്പുറത്ത് എന്ത് ചോദിച്ചാൽ അള്ളാഹു എനിക്കറിയില്ല. പിശാചുക്കളെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ആ പിശാചിന് ഇബാദത്ത് ചെയ്യണം. അല്ലാണ്ട് പിശാച് എന്ത് ചെയ്യില്ല? ഈ സഹായം ഓന് ചെയ്തു കൊടുക്കൂല. പിശാചിനുള്ള ഇബാദത്ത് ശിർക്കാണ്, കുഫറാണ്. അതുകൊണ്ടല്ലാതെ ഒരു സിഹറും ഒരാൾക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഇന്ന് ദുനിയാവിൽ സാഹിറുകളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉണ്ട്, പല മൂലന്മാരുണ്ട്, സിഹർ ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. അവർ പക്ക കാഫിരികളാണ്, പക്ക മുർത്തദ്ദാണ്.
ഒരു സഹാബിയുടെ കാലത്ത് ഒരാൾ സിഹർ ചെയ്തിട്ട് കൺകെട്ടി വിദ്യ കാണിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്നത് കണ്ടു. എന്താ കാണിക്കുന്നതെന്നറിയോ? ഈ തഫ്സീറിലുണ്ട് ആ സംഭവം. വരുന്ന ആളുകളെയെല്ലാം തല മുറിച്ച് മാറ്റുന്നതായിട്ടാണ് ഇയാൾ കാണിക്കുന്നത്. തല മുറിച്ച് മാറ്റിയാണ്. ആളുകളാകെ അമ്പരന്ന് പോകും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇയാൾ ആ ചാട അങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് എണീപ്പിക്കും. സംഭവം നടക്കുന്നില്ല, പക്ഷെ തഖയ്യുലാണ്, അങ്ങനെ തോന്നിപ്പിക്കുന്നു സിഹറിലൂടെ. സഹാബി കടന്നു വന്നു, വാള് ഒരൊറ്റ വെട്ടിനോണ്ട് തല വേറെയാക്കി ഈ സാഹിറിന്റെ. എന്നിട്ട് പറഞ്ഞു, നീ കുറെ ആൾക്കാരെ തല വെട്ടിട്ട് ജീവിപ്പിച്ചല്ലോ, പറ്റുമെങ്കിൽ എണീച്ചിട്ട് വാ. കൊലയാണ് സാഹിറിന്റെ. ഇന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ സിഹർ പിടിച്ചാൽ ഓന്റെ വിധി കൊലയാണ്. സൗദിയിലൊക്കെ പിടിച്ച പിന്നെ ഓന്റെ കഥ കഴിഞ്ഞു. കാരണം കുഫർ കൊണ്ടല്ലാതെ സിഹർ പഠിച്ചെടുക്കാൻ പറ്റൂല. അത് ചെയ്യല് മാത്രമല്ല, ചെയ്യൽ എന്തായാലും കുഫറാണ്. ചെയ്യല് മാത്രമല്ല, അത് പഠിച്ചെടുക്കണമെങ്കിലും കുഫർ ചെയ്താലേ പറ്റുള്ളൂ. ഒരിക്കലും കുഫർ ചെയ്യാതെ, ശിർക്ക് ചെയ്യാതെ സിഹർ പഠിച്ചെടുക്കാൻ പറ്റൂല. വളരെ വലിയ അപകടം പിടിച്ച സംഗതിയാകുന്നു സിഹർ. വസുമ്മിയ സിഹ്റൻ, ഈ വിദ്യക്ക്, ഈ മാട്ടത്തിന് സിഹർ എന്ന് പേര് വെക്കാനുള്ള കാരണം അതിലെന്തുണ്ട്? ഉമൂറുൻ ദഖീഖത്തുൻ ജിദ്ദൻ ലാ യുദ്രികുഹാ ഇല്ലാ അഹ്ലുഹാ. അത് ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ അതെന്താണെന്ന് തിരിയുള്ളൂ. അത്ര ഖഫിയായ, എന്താ പറയാ, വ്യംഗ്യമായ, ഭാഷയിൽ പറഞ്ഞാൽ പുറത്ത് കാണാത്ത ഉള്ളിലുള്ള കാര്യമില്ലേ, സീക്രട്ടാണത്. അത് അതിന്റെ ആൾക്കാർക്ക് മാത്രമേ തിരിയുള്ളൂ. അതുകൊണ്ടാണ് ആ പേര് വന്നത്, സിഹർ എന്നുള്ള പേര് വന്നത്. അത് പഠിക്കലും ചെയ്യലും ഒക്കെ കുഫറാണ്, ശിർക്കാണ്. ആ സിഹറിന്റെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളുടെ ശൈഖ് എടുത്തു പറഞ്ഞു. ഒന്ന് അസ്സർഫു വൽ അത്ഫു. സർഫ് എന്ന് പറഞ്ഞാല് സിഹർ ഉപയോഗിച്ചുകൊണ്ട്, ഇന്നും പല മൂലമാനും ചെയ്യുന്നുണ്ട്, സിഹർ ഉപയോഗിച്ചുകൊണ്ട് യുഹാവിലൂന അയ്യസ്രിഫു റജുല അൻ ഇംറഅതിഹി അവിൽ മർഅത അൻ സൗജിഹ. ഭാര്യനെയും ഭർത്താവിനെയും വേറെയാക്കാൻ പറ്റുന്ന ഒരു പരിപാടി, അതാണ് സർഫ് എന്ന് പറഞ്ഞാൽ. അതായത് പെണ്ണിന്റെ മനസ്സിൽ ഭർത്താവിനോട് വെറുപ്പുണ്ടാക്കും, അല്ലെങ്കിൽ ഭർത്താവിന്റെ മനസ്സിൽ ഭാര്യയോട് വെറുപ്പുണ്ടാക്കും. കുടുംബജീവിതം കണ്ട അസൂയപ്പെടുന്ന. അതുകൊണ്ടാണ് ഈ നമ്മൾ കാണിക്കുന്ന ഒരു പൊട്ടത്തരമുണ്ട്. നമ്മളെ ഫാമിലി അടുപ്പം, നമ്മളെ കളി, ചിരി, തമാശ ഇതെല്ലാം വെറുതെ വീഡിയോ എടുത്തിട്ട് ഫാമിലി ഗ്രൂപ്പിൽ അങ്ങ് ഇടും. ഏതെങ്കിലും ഒരുത്തൻ കണ്ടിട്ട് അസൂയ വെച്ചാൽ മതി, പിന്നെ ഓൻ ഈ പരിപാടിക്കായിരിക്കും പോവാ. അങ്ങനെ നിങ്ങളങ്ങനെ ജീവിക്കണ്ട, കാണിച്ചു തരാം. ഒന്ന് ചെയ്യാൻ പറ്റും. ഒരു സിഹറിന്റെ ഭാഗമാണത്. ഒരു സിഹർ ചെയ്യുന്ന ആൾക്കാരെ പോയിട്ട് കണ്ടോ, ഒരു പൈസയും കൊടുത്താൽ ഓനെന്തെങ്കിലും ചെയ്തു. ഇബ്നു കസീർ റഹ്മഹുല്ലാ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ആ സുലൈമാൻ നബിന്റെ കാലത്ത് ജിന്നുകൾ എഴുതി വെച്ചത്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒഴിവാക്കാം എന്ന് എഴുതി വെച്ച കിതാബാണ് സിഹറിന്റെ കിതാബ്. അതാണ് ഇന്ന് പഠിക്കുന്ന സാഹിര്യങ്ങൾ. ഭാര്യയും ഭർത്താവിനും അങ്ങനെ. ഖുർആനും പറഞ്ഞു സിഹറിന്റെ ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാല് യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ഭാര്യന്റെയും ഭർത്താവിന്റെയും ഇടയിൽ അവര് ഇതുണ്ടാക്കും. അത് എഴുതി കൊടുക്കുന്ന ആൾക്കാര് ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. മൗലമാര്, ജ്യോത്സ്യന്മാരെ പണിയല്ലെന്താ? നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ജ്യോത്സ്യം, അയാളെ പൊരന്റെ പുറത്തൊരു നിസ്കാര രൂപം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ജ്യോത്സ്യന്റെ പൊരന്റെ മുറ്റത്ത് നിസ്കാര മുറി. ആർക്ക്? പെണ്ണുങ്ങൾക്ക്. ഏറ്റവും അധികം പേരുന്നത് മുസ്ലിം പെണ്ണുങ്ങൾ. സമയം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ പോകുന്ന എങ്ങോട്ടാ? കുഫറിലേക്ക്, ഷിർക്കിലേക്ക്. ഇന്ന് ആരോ ഒരു ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ, തെയ്യത്തിന്റെ മുമ്പ് പോയിട്ട് നിൽക്കുന്ന. ഇത് പറഞ്ഞാൽ നമ്മൾ ഭ്രാന്തന്മാരും ദജ്ജാലും കദ്ദാബും ഒക്കെ ആയിട്ട് നമ്മളെ മുദ്ര കുത്തും. ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ. അതാണ് ഒന്ന്. അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരാൾക്ക് ഒരു ഇഷ്ടം തോന്നിയാൽ ആ ഇഷ്ടം തകർക്കാൻ, പ്രേമം തകർക്കാൻ, പ്രേമിപ്പിക്കാനും പരിപാടിയുണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മനസ്സ് നമ്മളിലേക്ക് ആക്കണമെന്ന് തീരുമാനിച്ചാൽ അതിനുള്ള പണിയുണ്ട് സാഹചര്യങ്ങളെടുത്ത്. ഇനി രണ്ടാൾക്കാർ പ്രേമായി, എങ്ങനെങ്കിലും ഒന്ന് എന്താക്കണം, അതിനും പണിയുണ്ട്. പക്ഷെ പണി ചെയ്യലോടെ നമ്മള് പണി എന്ത് ചെയ്തു? തീർന്നു, അത്രയേ ഉള്ളൂ. هذا صرف نوع من السحر وهو منتشر في كثير من البوادي. പല നാടുകളിലും
വളരെ വ്യാപിച്ചിരിക്കുന്ന സിഹറിന്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞത്. ആളുകൾ അകറ്റാനും മനസ്സിൽ ദേഷ്യം ഉണ്ടാക്കാൻ. അതേപോലെയാണ് അതുഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യക്ക് ഭർത്താവിന്റെ സ്നേഹം കിട്ടാനുള്ള പരിപാടി, ഇല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യന്റെ സ്നേഹം കിട്ടാനുള്ള പരിപാടി, അതും സിഹറിൽപ്പെട്ടതാണ്. അതായത് ചില അമ്മയമ്മമാർക്കുള്ള പരിപാടിയാണിത്. ഏത്? മാപ്പിളിനെ, അതായത് മരുമകനെ, നമ്മുടെ നാട്ടിൽ എന്ത് പറയും, മരുമോനെ തനിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ ഓന്റെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ വെറുപ്പ്. ഓൻ എന്തു പറഞ്ഞാലും ഓന്റെ ഓളന്നെ, ഓന്റെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുക. അത് ഉണ്ടാക്കാനും പരിപാടിയുണ്ട്, സിഹറുണ്ട്. ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ്. അത് പഠിക്കലോ അത് ചെയ്യലോ, മൻ ഫഅലഹു, ആരെങ്കിലും അത് ചെയ്താൽ, ഔ റദിയ ബിഹി, ആരെങ്കിലും അതിൽ തൃപ്തിപ്പെട്ടാൽ, അതായത് ചെയ്യിപ്പിച്ചാൽ, കഫറ, അവൻ കാഫിറായിരിക്കുന്നു. വദ്ദലീലു ഖൗലുഹു തആല, ഇതാണ് തെളിവെന്താണ്, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നതുൻ വലാ തക്ഫുർ. രണ്ട് മലക്കുകളാണ് ഇത് വന്ന് പഠിപ്പിച്ച്, അറിയാലോ, ഹാറൂത്തും മാറൂത്തും. ചരിത്രം ഒന്ന് വായിച്ചു നോക്കുക. ഇവർ രണ്ടുപേരെടുത്തും ആൾക്കാർ സിഹർ പഠിക്കാൻ വേണ്ടി വന്നപ്പോ അവര് പറഞ്ഞു, ഇന്നമാ നഹ്നു ഫിത്ന, നമ്മളിതാ അള്ളാന്റെ പരീക്ഷണമാണ്, ഫലാ തക്ഫുർ, കാഫിറാവാൻ നിൽക്കണ്ട, പഠിപ്പിച്ചു തരാം, പഠിച്ചാൽ എന്തായി, കാഫിറാവും എന്ന് പറഞ്ഞിട്ടാണ് അവര് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് ആരെങ്കിലും അത് ചെയ്തു, അതിൽ തൃപ്തിപ്പെട്ടു, തീർച്ചയായും അവർ രണ്ടുപേരും കുഫറിൽപ്പെട്ടവരാണ്. സിഹറിന്റെ വിഷയം പഠിക്കലും കുഫറാണ്, അത് ചെയ്യലും കുഫറാണ്, ചെയ്യിപ്പിക്കലും കുഫറാണ്, എല്ലാം കുഫർ. ഇനി അഥവാ ഒരാൾക്ക് സിഹർ ബാധിച്ചാൽ, ബാധിക്കും, സിഹർ ബാധിക്കുന്നതിനെ നിഷേധിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതിന് വിഷയം പറയാം. ഒമൻ ഉസീബ ബിസിഹ്റിൻ, ഒരാൾക്ക് സിഹർ ബാധിച്ചു, എങ്ങനെ മനസ്സിലാവും? മനസ്സിലാക്കാനുള്ള വഴിയില്ല. നുബൂവത്തിന്റെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യു മുഖേന മനസ്സിലാക്കാം. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തജ്റുബ പ്രകാരമാണ്. സിഹർ ബാധിച്ച ഒരാൾക്ക് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് അനുഭവസ്ഥരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് അനുമാനിക്കാനേ പറ്റുള്ളൂ, ഉറപ്പിക്കാൻ നമുക്ക് തെളിവില്ല. അനുമാനിക്കാം, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായി സിഹർ ചെയ്യുന്ന ആളുകളടുത്ത് പോകാൻ പാടുള്ളതല്ല. സിഹറിന് ഒഴിവാകാൻ സിഹർ ചെയ്യുന്ന ആളടുത്ത് പോയിക്കൂടാ. ഒരു സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സാഹിറിനെ കണ്ട് മറുവിദ്യ ചെയ്യുക, മനസ്സിലായോ? തിരിച്ച് സിഹർ ഇങ്ങോട്ട് ചെയ്യാം, എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കിയാൽ കുഫറിൽ നീ പങ്കാളിയാണ്. കാരണം ചെയ്യിപ്പിച്ചതിന്റെ കാര്യം എന്താ? തൃപ്തിപ്പെട്ടതുകൊണ്ടല്ലേ. ഓൻ ചെയ്തതിന്റെ കുഫർ, നീ തൃപ്തിപ്പെട്ടതിന്റെ കുഫർ. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? സിഹർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, പറഞ്ഞ് അവസാനിപ്പിക്കാം. അഥവാ സിഹർ ബാധിച്ചാൽ രണ്ട് തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചികിത്സ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അനിൻ നുശ്റ, നുശ്റത്തിനെ പറ്റി ചോദിക്കപ്പെട്ടു. തങ്ങൾ പറഞ്ഞു, ഹിയ മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ പരിപാടിയാണ്. അഥവാ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അന്നുശ്റത്തു ഹല്ലു സിഹ്രി അനിൽ മസ്ഹൂരി വഹിയ നൗഅൻ, സിഹറിനെ, സിഹർ ബാധിച്ച ആളിൽ നിന്ന് ഊരുന്ന വിഷയമാണ്. അതിലൊന്ന് ശൈത്താന്റെ പരിപാടിയാണ്. ഏത്? സിഹർ ചെയ്ത അല്ലെങ്കിൽ ബാധിച്ച ആള് സിഹർ ചെയ്യുന്ന ആളെടുത്ത് പോയി അതിനുള്ള ഒരു മറുമരുന്ന് ചെയ്യിപ്പിക്കുക, കുഫറിന്റെ ആളടുത്ത് പോയിട്ട് ചെയ്യിപ്പിക്കുക. അത് അമലു ശൈത്താനാണ്. മാത്രമല്ല അത് ചെയ്തവനും കാഫിറാണ്, ചെയ്തവനും ആ ചെയ്യിപ്പിച്ചവനും തൃപ്തിപ്പെട്ടവനും കാഫിറായി പോകും. എന്നാലോ, കാരണം എന്താ അറിയോ കാഫിറാവാൻ കാരണം? ഈ സിഹർ ചെയ്ത ആൾക്ക് പിശാചിനെ സന്തോഷിപ്പിക്കാതെ, ഇടപെടിപ്പിക്കാതെ ഈ പരിപാടി നടക്കൂല. ജിന്നാണല്ലോ അതിന്റെ ഇടയിൽ കളിക്കുന്ന ടീം. ഇതിന്റെ ഇടയ്ക്ക് ഒരു തങ്ങള്, അദ്ദേഹം മരണപ്പെട്ടു പോയി, ഒരു വീട്ടിൽ പോയി, ഒരു പെണ്ണിന് ജിന്നു കൂടി, മസ്ഹൂർ, സിഹർ ബാധിച്ച പെണ്ണ്. കുറെ ചികിത്സിച്ചു, മാറുന്നില്ല. അവസാനം അദ്ദേഹം ഒരു കോഴി നടത്തി. കോഴി നടത്തിട്ട് ആ വീട്ടിന്റെ ചുറ്റും അതിന്റെ രക്തമാക്കി പെണ്ണിന് സുഖമായി.
പോകുമ്പോ അയാൾ പറഞ്ഞു വീട്ടുകാരോട്, ഇനി അഥവാ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി. കൊഴിഞ്ഞെടുത്തിട്ട് ബ്ലഡ് വീട്ടിന് ചുറ്റും ആക്കിയാൽ മതി. ഇയാളിപ്പോ എന്ത് ചെയ്തു? ജിന്നിന് തൃപ്തിയായി. ജിന്നിന് വേണ്ടി ബലികർമ്മം ചെയ്തു. അള്ളാഹു അല്ലാത്തവർക്ക് ബലികർമ്മം ചെയ്യൽ ശിർക്കാണ്. ഇവനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിച്ചു. ജിന്നു പോയി. ഓന്റെ പരിപാടി എന്താ? ശൈത്താൻ നമ്മളെ ശിർക്കിലാക്കലാണ്. അത് ഓക്കെ, പോയി. മാത്രമല്ല തങ്ങളെ വക ഉപദേശവും കിട്ടി. ഇനി എന്താക്കിയാ മതി? ഇങ്ങനെ ചെയ്താൽ മതി. കോയിന്റെ തല കൊണ്ട് വെക്കുന്നില്ലേ? പിന്നെന്താ വെക്കല്? അതൊന്നും ഇതുവരെ കണ്ടില്ല. യൂട്യൂബിലുണ്ടാവും, നോക്കണ്ട. നോക്കിയ ടെൻഷനാവും. ഈ കാണുന്ന ആളെല്ലാം ഇവൻ ചെയ്യോ എന്ന് തോന്നിപ്പോവും നല്ല നോക്കിയാല്. ഇത് ബലികർമ്മമാണ്. ജിന്നിനെ തൃപ്തിപ്പെടുത്തുക, പിശാചിനെ സന്തോഷിപ്പിക്കുക, കുഫറം പരിപാടിയാണ്. എന്നാൽ രണ്ടാമത്തെ ചികിത്സ അർറുഖിയ്യ അശ്ശറഇയ്യ, ശറഇൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന എന്ത്? മന്ത്രം എന്ന് പറയരുത്. അതാണ് വലിയ പ്രശ്നമായത്. മന്ത്രം, മന്ത്രവാദി, അതെല്ലാം മറ്റു മതസ്ഥരുടെ വാക്കുകൾ. റുഖിയ്യ ദുആ ആണ്. അതിലൊന്ന് മുഅവ്വിദാത്ത്, ഏത് ഖുൽ ഹുവല്ലാഹു അഹദും ഫലക്കും നാസും ആയത്തുൽ കുർസിയും, അതേപോലെ ഹദീസിൽ വന്നിരിക്കുന്ന അനുവദിക്കപ്പെട്ട ചില ദുആകളും ഇതൊക്കെ ചൊല്ലി ഊതുക. ഖലാസ്. ചിലപ്പോൾ പോവും, ചിലപ്പോൾ മരിക്കുന്നവരെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഗതി. അപ്പൊ അങ്ങനെ സിഹ്ർ സംഭവിച്ചാൽ, സിഹ്ർ സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതുപോലെ കമ അന്നൽ ഐന ഹഖുൻ, കണ്ണേറ് ബാധിക്കുന്നത് പോലെ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കണ്ണേറ് ബാധിക്കും. എങ്ങനെ? ഇജാബ് ഉണ്ടാവുക. ഇജാബ് മീൻസ് പിന്നെ ഒരാൾക്ക് അള്ളാഹു കൊടുത്ത നിഅമത്ത് കണ്ടിട്ട് മറ്റവന് അത്ഭുതം വന്നു. എന്ത് ഗ്ലാമർ നിന്നെ കാണാൻ. ആ ഒറ്റ വർത്താനം ചിലപ്പോ എന്താവും? പ്രശ്നവും. അതുകൊണ്ട് മക്കളെ സ്റ്റാറ്റസ് നിടരുത് വെറുതെ. ചെറിയ പിള്ളേരെ നല്ല തമാശ കളികളുണ്ട്. കുഞ്ഞുങ്ങളുടെ നല്ലൊരു ഇത് കളിയുന്നതിന് പറയാ കുസൃതി കളികൾ ഉണ്ടാവും. ഇടാൻ പാടില്ല, നിങ്ങൾക്ക് കാണിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയത്തിൽ അജബ് വന്നാൽ എന്ത് പറയണം? ബാറക്കല്ലാഹു ഫീക്. റസൂലുള്ളാഹി ചോദിച്ചു, അലാ തബറക്ത, നിനക്ക് ബാറക്കല്ലാഹു ഫീക് എന്ന് പറഞ്ഞൂടെ? ഒരു സഹാബിനോട്. ഒരു സഹാബി കുളിക്കുകയാണ് ഒരു മുണ്ടെടുത്തിട്ട്. ആ സഹാബിന്റെ ബോഡി ആണെങ്കിൽ ഹദീസിലുള്ളത് കന്യകയെ പോലത്തെ ബോഡി. കന്യക മീൻസ് പെൺകുട്ടികൾ. അത്ര നല്ല സൗന്ദര്യം. ഇത് കണ്ടൊരു സഹാബി, എന്തൊരു രസാണ് ഇവിടെ ഇവന്റെ ശരീരം. അവിടെ ബോധം കെട്ടി വീണു. വിഷയം റസൂലുള്ളാഹിന്റെ അടുത്തെത്തി. അതുകൊണ്ട് ഇപ്പൊ സെക്രട്ടറി അടക്കം ജിമ്മിന് പോകുന്നുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് വന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ പിറ്റേന്ന് കിടക്കും. സൂക്ഷിച്ചോ. അതുകൊണ്ട് ഈ സഹാബി ബോധം കെട്ടി വീണു. റസൂലുള്ളാഹി ചോദിച്ചു, ആരെങ്കിലും എന്തെങ്കിലും നിനക്ക് സംശയമുണ്ടോ? ആരെയെങ്കിലും സംശയമുണ്ടോ? ഇന്നൊരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിളിപ്പിച്ചു. അദ്ദേഹത്തെ കൊണ്ട് വുദൂ ചെയ്യിപ്പിച്ച് ആ വെള്ളം ഈ കണ്ണീർ ബാധിച്ച സഹാബിന്റെ ദേഹത്തൊഴിച്ച് അങ്ങനെ അദ്ദേഹത്തിന് ശിഫയായി. എന്നിട്ട് പറഞ്ഞു, ബാറക്കല്ലാഹു ഫീക് എന്ന് പറഞ്ഞാ പോരെ. ആര്? അങ്ങോട്ട് കാണുന്ന ആള്. നമ്മളെന്ത് പറയണം ആ സമയത്ത്? മാഷാ അല്ലാഹ്, ഇതാണ് അതിന്റെ മരുന്ന്. മാഷാ അല്ലാഹ്. മക്കൾക്കെല്ലാം പഠിപ്പിക്കും. നമ്മളിങ്ങനെ, എന്റെ മോൻ എത്ര മാർക്ക് എന്നറിയോ? ഫുൾ A+. നല്ല പഠിപ്പാ ചക്കൻ. കാണും പോലെ ഒന്നുമല്ല. അപ്പൊ ഇത് കേൾക്കുന്നു, ഓന്റെ മോന്റെ ഒരു തല പിറ്റുന്ന ആ തലക്ക് വേദനയാവും. ഐനു ഹഖുൻ, സത്യമാണ്. അതേപോലെ തന്നെ പിന്നെ രോഗങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിഹർ ബാധിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാരും അംഗീകരിക്കുന്നവരല്ലേ? അംഗീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് ഒന്ന് പോയിക്കോളുക. കാരണം എന്താ അറിയോ? പറഞ്ഞു കേട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് സിഹർ ബാധിച്ചിട്ടുണ്ട്. ലാ യുൻകിറു ദാലിക ഇല്ലാ മുൽഹിദ്, മുൽഹിദ് അല്ലാതെ അത് നിഷേധിക്കുകയില്ല. മുൽഹിദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ നിഷേധിക്കുന്നവൻ. വല്ലദീന യുൻകിറൂന ബിഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹിർ, അല്ലാഹുവിന്റെ റസൂലിന് സിഹർ ബാധിച്ചു എന്ന സത്യത്തെ നിഷേധിക്കുന്നവൻ ഖദ് യർതദൂൻ, അവൻ മുർത്തദ്ദായി പോകും. ഇദാ അസറു അലാ ദാലിക്, ആ വാദത്തിൽ മുറുകെ പിടിച്ചു നിന്നാൽ. നാട്ടിലുണ്ട് ഇപ്പോഴും സിഹർ. അല്ലേ? മനുഷ്യനല്ലേ റസൂലുള്ളാഹി? ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നം കണ്ടത്. 2 മലക്കുകൾ വന്നിട്ട് ഒരാൾ പറയാണ്, ഇദ്ദേഹമല്ലേ ആ സിഹർ ബാധിച്ച ആള്? മറ്റേ മലക്ക് പറഞ്ഞു, അതെ.
എന്നിട്ട് എന്താ എന്താ ആരാ ചെയ്തത്, എങ്ങനെയാ ചെയ്തത്, എല്ലാം സ്വപ്നത്തിൽ കണ്ടു. എന്നിട്ട് എന്താ ഇപ്പൊ ഒരു മന്ത്രം? അപ്പോഴാ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദതൈനും. ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് ദുആ ചെയ്തില്ലേ, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക വമിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. റസൂലുള്ളാഹി പറഞ്ഞ ദുആ എന്താ? വഈദുകുമാ, രണ്ട് മക്കളെയും തൊടയിലെത്തിയിട്ട് വഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇതെല്ലാം സിഹറുമായും കണ്ണീറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ദുആകളാണ്. റസൂൽ തന്നെ കുടിപ്പിച്ചാൽ പിന്നെ നമ്മൾ നിഷേധിച്ചാൽ എങ്ങനെയാ? അഥവാ സിഹർ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുറുകെ പിടിച്ച് നിൽക്കുന്നവൻ ഖദിയർതദ്ദൂൻ, അവൻ മുർത്തദ്ദാവും. കാരണം ലിഅന്ന ഫീ ദാലിക തക്ദീബുൻ ലിഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് നമ്മളെ അറിയിച്ചു തന്ന കാര്യത്തെ കളവാക്കുകയാണ്. ആ കളവാക്കൽ കുഫറാണ്. അതുകൊണ്ട് സംഘടനയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്തു. അങ്ങനെ സംഘടന വേണ്ട, ആൾക്കാരെ. സംഘടന വിഷയം വേണ്ട, ആൾക്കാരെ. ഇതേപോലത്തെ മുർത്തദ്ദായി പോകുന്ന വാദങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ചങ്ങായിമാരായിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, കട്ട്. പിന്നെന്തുണ്ടല്ലോ, എന്താണ്, എല്ലാം ഞാൻ തന്നെ കേൾക്കും വേണം, പറയും വേണം, എന്താ ചെയ്യാ? അതുകൊണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സിഹർ അതിൽപ്പെട്ടതാണ്. ബാക്കി ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.